Alhamdulillah. Assalatu wassalamu ala rasulillah wa ala alihi wa sahbihi ajma'in. പ്രിയമുള്ളവരെ, ഇൻഷാ അല്ലാഹ് എൻ്റെ പേരും വിവരങ്ങളൊക്കെ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടാകും. പേര് മുഹമ്മദ് യാസിറാണ്. സ്വദേശം മലപ്പുറം ജില്ലയിലെ കോട്ടക്കലിനടുത്ത് മലപ്പുറം. കഴിഞ്ഞ 5 വർഷത്തോളായിട്ട് 4 വർഷത്തിലധികമായിട്ട് കുടുംബത്തിൻ്റെ കൂടെ സർവീസിൽ മുന്നോട്ട് പോകാറുണ്ട്. ലാസ്റ്റ് ടൈം നമ്മുടെ സെപ്റ്റംബർ ഒക്ടോബർ പാക്കേജിലാണ് പോയി വന്നിട്ടുള്ളത്. അതിന് മുന്നേ സൗദിയിൽ തമാമൽ ജാലിയാത്തിൽ വർക്ക് ചെയ്ത സമയത്തും ഈ ഫുഡിൽ ഉണ്ടായിരുന്നു. ഏതായാലും ഇൻഷാ അല്ലാഹ് നമ്മുടെ പരിപാടിക്ക് ഒറ്റടിയിൽ വന്ന് നോക്കുന്ന ഈ യാത്രയിലേക്ക് അപ്പോൾ സുബ്ഹാനഹു വ തആല നമ്മളെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളാൽ കഴിയുന്ന എല്ലാ ഒരുക്കങ്ങളും നമ്മൾ നടത്തി, പണം റെഡിയാക്കി, പാസ്പോർട്ട് എടുത്തു, വിസ അടിച്ചു, ടിക്കറ്റ് എടുത്തു, എല്ലാം ഭൗതികമായി നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി വേണ്ടത് അല്ലാഹുവിന്റെ തൗഫീഖ് മാത്രമാണ്. അത് നമ്മുടെ പ്രാർത്ഥനകൾ കൊണ്ട് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ പേടിപ്പിക്കാൻ വേണ്ടി പറയില്ല. കഴിഞ്ഞ വെക്കേഷനിൽ ഇതുപോലെ നമ്മൾ ക്ലാസ് കഴിഞ്ഞ് സന്തോഷത്തോടുകൂടി കഴിഞ്ഞ്, പക്ഷെ നമുക്ക് നേരിട്ടില്ല, പോകാൻ പറ്റില്ല. അത് എനിക്ക് തോന്നുന്നത് വളരെ അപൂർവമായി സംഭവിക്കുന്നതാണ്. അപ്പോ നമുക്ക് നമ്മുടെ മുകളിൽ പ്രാർത്ഥനയാണ്. പ്രാർത്ഥിക്കുക. ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മളെ യാത്രയിലും നമ്മളെ യാത്ര പറയാൻ വേണ്ടി കുടുംബങ്ങളിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് എല്ലാവരും പറയാം. നമ്മൾ വെച്ച് കിട്ടാൻ വേണ്ടി, ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. അതാണ് നമുക്കുള്ള പ്രധാനപ്പെട്ട ഒരു ആവശ്യം. അപ്പൊ നമ്മള് യാത്ര അങ്ങോട്ട് പോകുന്നവരായതുകൊണ്ട് എല്ലാവരും നമ്മളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറയും. ഞങ്ങൾക്ക് വേണ്ടി അവിടെ ചെന്നാൽ പ്രാർത്ഥിക്കാൻ പോകും. നമ്മൾ തിരിച്ച് അവരോട് പറയുന്നതാ, ഇൻഷാ അല്ലാഹ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞങ്ങൾ അങ്ങോട്ടെത്താനും ആരോഗ്യത്തോടും ആഫിയത്തോടും കാര്യങ്ങൾ കൃത്യമായി നിർവഹിച്ച് തിരിച്ചു വരാൻ വേണ്ടി കൊണ്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്യണം, പ്രാർത്ഥിക്കണമെന്ന് അവരോട് തിരിച്ച് പറയാം. ഓക്കെ, നമ്മൾ ഈ ക്ലാസ്സിലേക്ക് പ്രവേശിക്കണം. യാത്രയുമായി ബന്ധപ്പെട്ട ഭൗതികമായ കാര്യങ്ങൾ ക്ലാസ്സുകളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. പ്രത്യേകിച്ച് യാത്ര, ഹോട്ടല്, മറ്റു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്ന് ചോദിക്കട്ടെ, ആദ്യമായിട്ട് ഉംറയ്ക്ക് വേണ്ടി പോകുന്ന ആളുകളൊന്നും അത് 90% ആദ്യത്തെ യാത്രക്കാരാണ്. അപ്പൊ നമ്മൾ എങ്ങോട്ട് പോവാണെങ്കിലും, നമ്മളിപ്പോ ഊട്ടിക്ക് ടൂറ് പോവുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യും? ഇപ്പൊ പുതിയതായിട്ട് എന്ത് ചെയ്യണം? ഊട്ടി നമ്മൾ നിയറസ്റ്റ് ആയിട്ട് എപ്പോഴും പോകുന്ന സ്ഥലമല്ല. എന്ത് ചെയ്യണം? പുതിയതായിട്ടാണെങ്കിൽ ഇ പാസ് വരെ എടുക്കണം ഊട്ടി പോകണം. അപ്പൊ നമ്മൾ ഊട്ടി പോണതിന് മുമ്പ് അന്വേഷിക്കും. ഊട്ടി പോയിട്ടാണ് നമ്മൾ അന്വേഷിക്കുക എവിടെയൊക്കെ കാണാൻ പറ്റുന്നത് അല്ല. ഊട്ടി പോണതിന് മുമ്പ് തന്നെ നമ്മൾ അന്വേഷിക്കും. അവിടെ എത്തിയാൽ ഇന്ന സമയത്ത് എത്തും, ഇന്ന കാര്യങ്ങൾ സ്ഥലത്തൊക്കെ പോകാൻ പറ്റും, അതിനെന്തൊക്കെയാ അവിടെ മുന്നേ പോയി പരിചയമുള്ള ആളുകൾക്കൊക്കെ അന്വേഷിക്കാൻ നമുക്ക് പോകാം. ഇവിടെ നല്ല ഭക്ഷണം കിട്ടുക, നല്ല താമസം എവിടെ കിട്ടുക. ഇതേപോലെ നമ്മള് ആത്മീയമായ യാത്ര, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പുണ്യം പ്രതീക്ഷിച്ച് യാത്ര പോകാൻ പറ്റുന്നത് 3 പള്ളിയാണ് അല്ലെ, വേറെ എവിടുക്കില്ല. ഏതൊക്കെയാ? മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ അഖ്സ, മസ്ജിദുൽ നബവി. ഈ 3 പള്ളി. അത് ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ 2 പള്ളിയിൽ നമ്മൾ യാത്രയിൽ. അപ്പൊ പോണേ നിങ്ങളിപ്പോ നിങ്ങളൊക്കെ കയ്യിൽ ഉംറയെ കുറിച്ചുള്ള ഒരുപാട് ഗൈഡ് കയ്യിലുണ്ടാവും അല്ലെ. 2 ഗൈഡ് ഉംറയെ കുറിച്ച് കയ്യിലൊക്കെ എന്തിനെ നോക്കിക്കേ? ഒരു ഗൈഡില്ലേ, ഒന്നും പഠിച്ചിട്ടില്ലേ അല്ലെ? കുറച്ച് യൂട്യൂബിൽ ക്ലാസ് നോക്കിയിട്ടുണ്ടാവും, പല ക്ലാസ്സുകളുണ്ടാവും. അപ്പോ ഒന്നാമതായി നമ്മൾ പോകുന്ന സ്ഥലത്തെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് അറിയണം അല്ലെ. എങ്ങോട്ടാ നമ്മൾ പോകുന്നത്? എങ്ങോട്ടാ പോകുന്നത്? മക്കയിലേക്കാണ്. സ്ക്രീൻ കാണുന്നില്ലേ? മക്കയിലേക്കാണ് നമ്മൾ പോകുന്നത്. ബക്ക എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന പുരാതന ഗ്രാമം പിന്നീട് ബക്കത്തൻ മുബാറക അല്ലെ. ഖുർആൻ അങ്ങനെയാണ് മക്കയൊന്ന് വിശേഷിപ്പിക്കും. ബക്കത്തൻ ബക്കത്തൻ അല്ല, ബക്കത്തൻ മുബാറക. അപ്പൊ ബക്ക എന്നത് കാബയെ സൂചിപ്പിക്കും.
വിവരിക്കുമ്പോൾ മക്ക എന്നാൽ പട്ടണത്തെയും ഉദ്ദേശിക്കുന്നു. പൊക്കിത്തളം എന്ന അർത്ഥം വരുന്ന മക്ക എന്ന അറബി വാക്ക് വന്നത് മക്ക ഭൂമിയുടെ കേന്ദ്ര ബിന്ദുവായത് കൊണ്ടാണെന്നും അഭിപ്രായം ഉണ്ട്. അപ്പൊ എന്താണ് മക്ക എന്ന് നമ്മൾ അറിയാം. പോണ ഒന്നാമത്തെ സ്ഥലം മക്കയാണ്. അപ്പൊ മക്ക എന്താണെന്ന് നമ്മൾ അറിയുന്നു. ഉമ്മുൽ ഖുറ, ഗ്രാമങ്ങളുടെ മാതാവ് എന്ന അർത്ഥം വരുന്ന ഉമ്മുൽ ഖുറ എന്ന മക്കൾക്ക് പേരിട്ട്. അതിന്റെ ചരിത്രം അല്ലേ ഖാലിക്ക പറഞ്ഞു. ആകെ 25 ലക്ഷം ജനങ്ങളാണ് മക്കക്കാരായിട്ട് അവിടെ ഉള്ളത്. പക്ഷെ അതിന്റെ എത്രയോ ഇരട്ടി ആൾക്കാർ അവിടെ എത്തുന്നുണ്ട് അല്ലെ. ഹജ്ജിന് വേണ്ടി മാത്രം ഏകദേശം 25-30 ലക്ഷം ആൾക്കാരുണ്ട്. ഈ കഴിഞ്ഞ റമദാനിലെ ഉംറക്കൊക്കെ എത്ര ലക്ഷങ്ങളാണ്. കാരണം ഹജ്ജിന് റെസിസ്റ്റൻസ് ഉണ്ട്, ഉംറക്ക് എന്തില്ല, റെസിസ്റ്റൻസ് ഇല്ല, കണക്ക് വെക്കൂല, ഹജ്ജങ്ങനെ കൊടുക്കേണ്ട. അപ്പോ ഏകദേശം വളരെ കുറഞ്ഞ ജനസംഖ്യയുള്ള ഒരു പ്രദേശമാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെയും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഉമ്മു ഇസ്മായിലിനെയും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെയും മക്കയിൽ ഉപേക്ഷിച്ചു പോകുമ്പോൾ എന്തായിരുന്നു മക്ക എന്നും ഇന്ന് നമ്മൾ കാണുന്ന മക്ക എന്താണെന്നും നമുക്ക് കൃത്യമായ ഒരു ബോധ്യം ഉണ്ട്. അപ്പൊ നമ്മൾ മക്ക കാണാനല്ല പോകുന്നത്. എങ്ങോട്ടാ പോകുന്നത്? മസ്ജിദുൽ ഹറമിലേക്കാണ് പോകുന്നത്. എന്താണ് മസ്ജിദുൽ ഹറം? നമുക്ക് വായിക്കാൻ വേണ്ടി ഞാൻ സ്ക്രീനാക്കി. $100 ബില്യൺ ചെലവഴിച്ച് നിർമ്മിച്ച ഭൂമിയിലെ ഏറ്റവും ചെലവേറിയ കെട്ടിടങ്ങളുടെ പട്ടികയിൽ മക്കയിലെ ഗ്രാൻഡ് മോസ്ക് ഒന്നാം സ്ഥാനത്താണ്. ഇപ്പൊ ഏറ്റവും അവസാനം അതിന്റെ വികസന പ്രവർത്തനം നിലക്കുന്നില്ല അല്ലെ. ലക്ഷക്കണക്കിന് 30 ലക്ഷം ആളുകൾക്കൊക്കെ അല്ലെങ്കിൽ 35 ലക്ഷം ആളുകൾക്ക് അറ്റ് എ ടൈം ആരാധന നിർവഹിക്കാൻ മാത്രം വിശാലമാണ് മക്ക ഇന്ന്. അപ്പൊ അതിൽ ഒരു ചെറിയ പൊട്ടുപാലം ആർക്കായിരിക്കും ആരുണ്ടാവുക? അവിടെ എത്തുന്ന നമ്മൾ ഉണ്ടാവുക. അപ്പൊ ഖാലിക്ക പറഞ്ഞതുകൊണ്ട് മക്കയിൽ എത്തിയാൽ നമ്മൾ കൺഫ്യൂഷൻ ആവുകയാണ്. അപ്പോ ഇൻഷാ അല്ലാഹ് നമ്മൾ എത്തിയ രണ്ടാമത്തെ ദിവസം നമ്മൾ പ്രധാനമായിട്ടും ചെയ്യുന്ന ഒരു പണി എന്തായിരിക്കും? മക്ക നിങ്ങൾ ഇൻഷാ അല്ലാഹ് പരിശോധിക്കും. അന്നത്തെ ആരോഗ്യസ്ഥിതി അനുസരിച്ച്, എല്ലാവരും ആരോഗ്യസ്ഥിതി അനുസരിച്ച് രണ്ടാമത്തെ ദിവസം പരമാവധി, കാരണം 7-8 ദിവസം നമുക്ക് 8-9 ദിവസം മക്കയിൽ ഉണ്ടാവും. അപ്പോ ആ ദിവസങ്ങളിൽ നിങ്ങൾ മക്കയിൽ എവിടെ ചെന്നാലും കൺഫ്യൂഷൻ ആകാതെ തിരിച്ചു എത്തണം. നമ്മളെ കയ്യിൽ ബാഡ്ജ് ഉണ്ടാവും, മാല ഉണ്ടാവും, അഡ്രസ് ഒക്കെ ഉണ്ടാവും. എന്നാലും അടുത്തൊരു തവണ നിങ്ങൾ മക്കയിൽ എത്തുമ്പോൾ ഇൻഷാ അല്ലാഹ് അന്ന് എന്റെ സ്ഥലത്തൊക്കെ പോയി ഓർമ്മ ഉണ്ടാകുന്നത് ഹറമിനെ നമ്മൾ എന്ത് ചെയ്യും? മൊത്തത്തിൽ ഒരു തല മുതൽ ഒരു തല വരെ ഇൻഷാ അല്ലാഹ് പരിചയപ്പെടും. പക്ഷെ നമ്മൾ പോകുന്നതിന് മുമ്പ് ഹറമിനെ നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് അറിയണം. എന്താണ് 24 നമ്മുടെ നാട്ടിലെ പള്ളിയായാലും ഈ സൗദിയിലെ മറ്റു പള്ളികളാണെങ്കിലും എന്ത് ചെയ്യും? ഇശ കഴിഞ്ഞാൽ അടച്ചു പോകും. ഇശ കഴിഞ്ഞാൽ അടക്കാത്തൊരു പള്ളി ഏതാണ്? മസ്ജിദുൽ ഹറമാണ്. അലാത്തുൽ 24 അവർ അവിടെ ആരാധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. സാധാരണ പറയാം 5 വക്ത് ജമാഅത്ത് നിസ്കാരം നടക്കുമ്പോൾ മാത്രമാണ് തവാഫ് എന്ന ഇബാദത്ത്. പക്ഷെ ആ സമയത്തും ജമാഅത്തിന് പോലും വെക്കാതെ തവാഫ് ചെയ്യുന്ന ആളുകളെ ചെയ്യുമ്പോൾ കാണാം. അപ്പൊ സത്യം പറഞ്ഞാൽ അവിടുത്തെ ഇബാദത്ത് ഒരു സമയത്ത് പോലും നിരക്കുന്നില്ല. കൊറോണ സമയത്ത് പോലും അവിടെ തവാഫ് നിർത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. അവിടെയുള്ള എംപ്ലോയീസിനെ വെച്ച് അതങ്ങനെ ഷിഫ്റ്റ് ആയിട്ട് നിർത്തിയിരിക്കുന്നതാണ്. അതാണ് മക്കയിലെ സിസ്റ്റം. ഇതൊക്കെ ഏകദേശം കണക്ക് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഏകദേശം കണക്കാണല്ലേ. ഏകദേശം 2000-ലധികം ക്ലീനർമാര് 40-ലധികം ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഹറം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജിദ്ദക്കും മക്കൾക്കും ഇടയിലുള്ള ദൂരത്തേക്കാൾ അവിടുത്തെ സാനിറ്ററി സംവിധാനങ്ങൾ വിശാലമാണ്. 14,000 അതിൽ 13,000 ഏറ്റവും ലേറ്റസ്റ്റ് 15,000-ഓളം എന്നാണ് പറയുന്നത്. 15,000-ഓളം ടോയ്ലറ്റ്സ് ഹറമില് അതിന്റെ സറൗണ്ട്സിലുണ്ട്. ഹറമിന്റെ സറൗണ്ട്സിൽ ആളുകൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഗവൺമെന്റ് സംവിധാനങ്ങളുണ്ട്. 25,000-ഓളം വാട്ടർ ഡിസ്പെൻസറുകൾ. ഇങ്ങനെ ഓരോ അതിന്റെ ഒരു പ്രാഥമികമായ ഒരു കാര്യം പറഞ്ഞു കൊടുക്കും. കൂടുതൽ പഠനത്തിലേക്ക് വേണ്ടി മുഴുവൻ വിശദീകരിച്ചു പോകാൻ നമുക്ക് പറ്റൂല. ഏകദേശം നമ്മളെ പള്ളിയിലെ ഒരു ഓഡിയോ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ ആകേണ്ട എത്ര ഓഡിയോ സിസ്റ്റം? 1, 2. അവിടെ ഏകദേശം 6,000 16 കൂടിയിട്ടുണ്ട്. ഏകദേശം 7,000-ഓളം സ്പീക്കറുകൾ. ഇതേപോലത്തെ അല്ല, ഇതിലേറെ ഉള്ള ക്ലാരിറ്റിയുള്ള ക്വാളിറ്റിയുള്ള സ്പീക്കർ സംവിധാനമാണ്. 100% അല്ല,
0% തകരാർ വരാത്തത് എന്ന് സർട്ടിഫിക്കറ്റ് ആണ് അവിടെ ഉപയോഗിക്കുന്നത്. അതിനുവേണ്ടി 50-ലധികം ഉദ്യോഗസ്ഥർ അതിന്റെ സൗണ്ട് കൺട്രോൾ മാത്രം മക്കളുണ്ട്. ഇനി നമ്മൾ പോകുന്നത് ഇതിനാണ്. എന്താണ് ഉംറ? നിങ്ങൾ മനസ്സിലാക്കിയ ഉംറ ഉണ്ടാകും എന്ന് പറഞ്ഞോളേ. നിങ്ങൾ പ്രാഥമികമായി ഇത്രയും പൈസയൊക്കെ മുടക്കി ഒരുങ്ങി നിൽക്കുമ്പോൾ ഒരു ഉംറനെ കുറിച്ചൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാവൂലേ? അതെന്താണ്? ഹജ്ജ് എന്താണ്? അതെ, എന്താണ് ഹജ്ജിലെ കർമ്മങ്ങൾ? ഹജ്ജിന് എത്ര ദിവസമാണ്? 5 മിനിമം, 6 മാക്സിമം അല്ലേ? ഉംറക്ക് എത്ര ദിവസമാണ്? അത്യാവശ്യം തിരക്കുള്ള സമയമാണെങ്കിൽ ഒരു 3 മണിക്കൂറിനുള്ളിൽ നമ്മൾ ഒറ്റക്കൊരാൾ ചെയ്യുകയാണെങ്കിൽ 1 മണിക്കൂർ 1.5 മണിക്കൂർ തന്നെ എത്ര തിരക്കാണെങ്കിലും തീർക്കാം. നമ്മൾ ഗ്രൂപ്പായി ചെയ്യുമ്പോൾ ഒരു 3-4 മണിക്കൂർ സാവധാനം നമ്മൾ അത്രയും ഉണ്ടാകും. അപ്പൊ നമ്മൾ ഈ യാത്രയിൽ 2 ഉംറ നമുക്ക് ഞാൻ മനസ്സിലാക്കി. അങ്ങനെയാണ് 2 ഉംറയായിരിക്കും നമുക്ക് കമ്പനി തരുന്നത്. ഗ്രൂപ്പ് ട്രാവൽസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ യാത്രയിൽ 2 ഉംറയാണ്. പിന്നെ വേണമെങ്കിൽ നമുക്ക് അഡീഷണൽ നമുക്കൊരു ഉംറ കൂടി നമ്മൾ ചെറിയൊരു ചെലവിൽ നമുക്ക് എടുക്കാൻ പറ്റും. നമ്മൾ തായിഫിൽ നമ്മൾ താല്പര്യത്തോടെ കൊണ്ടുപോകും. ആ സമയത്ത് തായിഫിൽ മീഖാത്തിന് നമുക്ക് എന്ത് ചെയ്യാം? ഉംറ ചെയ്ത് പോലെ സംവിധാനം നമ്മൾ ചെയ്യാറുണ്ട്. അത് അവിടെ തന്നെ അതിന്റെ സൗകര്യം പോലെ നമുക്ക് ചെയ്യാം. പ്രവാചക സജ്ജ ഒരു യാത്രയിൽ ഒരു ഉംറയാണ്. അപ്പൊ നമ്മൾ ഇവിടുന്ന് പോയ ആൾക്കാർ ആരെയും അവിടെ ഉണ്ടാവും. അപ്പൊ ഞാൻ 5 ഉംറ ചെയ്തു. ഇവിടെ വന്ന് കഴിഞ്ഞ റമദാൻ ഉംറ ചെയ്തെന്നാൾ പറയും 15 ഉംറ ചെയ്തു. ഓരോ ദിവസം 2 വെച്ച് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അല്ലാതെ റസൂല് മക്ക ഫതഹിന്റെ യാത്രയിൽ 19 ദിവസം മക്കയിൽ താമസിച്ചിട്ട് എത്ര ഉംറ ചെയ്തു? ഒരു ഉംറ ചെയ്തിട്ടുള്ളൂ. സത്യം പറഞ്ഞാൽ നമ്മളെക്കാളും ത്യാഗമാണ് അല്ലാതെ റസൂല് മദീനയിൽ നിന്ന് മക്കയിലേക്ക് യാത്ര അല്ലേ? 450 കിലോമീറ്റർ ഇന്ന് 6 മണിക്കൂറോണ്ടോ 5 മണിക്കൂറോണ്ടോ യാത്രയും പറ്റിയത് അത് ദിവസങ്ങളുടെ യാത്രയാണ്. ഒട്ടകപ്പുറത്തും കുതിരപ്പുറത്തും കാലിനെ യാത്ര ചെയ്ത് 19 ദിവസം മക്കയിൽ താമസിച്ചിട്ട് അല്ലാതെ റസൂൽ എത്ര ഉംറ ചെയ്തു? ഒരു ഉംറ ചെയ്തിട്ടുള്ളൂ. അപ്പൊ അതാണ് നമ്മുടെ സുന്നത്ത്. അപ്പൊ നമ്മൾ ഇവിടുന്ന് എത്തിയാൽ ഉടനെ ഒരു ഉംറ ചെയ്യും ഇൻഷാ അല്ലാഹ്. രണ്ടാമത് നമ്മൾ മദീനയിൽ പോയി മക്കയിൽ തിരിച്ചു വരുമ്പോൾ ഒരു ഉംറ കൂടി ചെയ്യും. മൂന്നാമത്തത് സോറി അത് കൺഫേം കിട്ടിയിട്ടില്ല. അപ്പൊ രണ്ടാമത് നമ്മൾ തായിഫിൽ പോയിട്ട് ഒരു ഉംറ കൂടി ചെയ്യും. അതാണ് നമുക്ക് ചില യാത്രയാകുമ്പോൾ മാറാറുണ്ട്. അപ്പോ ഞാൻ നേരം വൈകിയതോടെ എനിക്ക് കിട്ടാത്തത്. കാരണം ഞാൻ 1.5 മണിക്കൂർ പുറത്തു പോയി. ഉമ്മ കഴിഞ്ഞ് നേരെ അറിയില്ല. ഇടയിൽ മരണവോട്ട് കയറി. പിന്നെ നല്ല ഡിക്കാത്ലോണ്ട് അവിടെ നല്ല ഏതായാലും ഉംറ നിർവഹിക്കാൻ ഹജ്ജ് കർമ്മത്തെ പോലെ പ്രത്യേക കാലമോ സമയമോ ഇല്ല. ഏത് കാലത്തും എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ വിസ എടുക്കണം, ടിക്കറ്റ് എടുക്കണം, ഒരുപാട് പ്രോസസ് ഉണ്ട്. മക്കയിൽ അല്ലെങ്കിൽ സൗദി അറേബ്യയിൽ താമസിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചൊരു പരിമിതികളും ഇല്ല. എന്താണ് ഉംറ? ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം നിർബന്ധമുള്ള ആരാധനാ കർമ്മം. മക്കയുടെ അതിർത്തിക്ക് പുറത്തു നിന്ന് കുളിച്ച് ഇഹ്റാമിന്റെ വസ്ത്രം അണിഞ്ഞ് ഇഹ്റാമിൽ പ്രവേശിച്ച് ലബ്ബൈക ഉംറത്തൻ എന്ന് പ്രഖ്യാപിക്കുക. തുടർന്ന് ഉംറയുടെ മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ട് കഅബയിലേക്ക് നീങ്ങുക. 7 തവണ തവാഫ് ചെയ്യുക. മഖാമുൽ ഇബ്രാഹിമിന്റെ പുറകിൽ 2 റക്അത്ത് നിസ്കരിക്കുക. പിന്നീട് സഫയിൽ നിന്ന് തുടങ്ങി മറവയിൽ അവസാനിക്കുന്ന 7 സഅയി ചെയ്യുക. ആണുങ്ങളാണെങ്കിൽ മുടി മുറിക്കുക, അഥവാ മുടി കൊണ്ടയാക്കുക അല്ലെങ്കിൽ ഒരുപോലെ വെക്കുക. പെണ്ണുങ്ങളാണെങ്കിൽ ഒരു നിലയിൽ അറ്റം മുറിക്കുക. ഇത്രയേ ഉള്ളൂ ഇഹ്റാം, തവാഫ്, സഅയ്, തഹല്ലുൽ. ഇത്രയേ ഉള്ളൂ ഉംറ എന്ന് പറയുന്നത്. അത് ലബ്ബൈക സാങ്കേതികമായി. ഇനി വഅത്തിമുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ്. നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി എന്ത് ചെയ്യണം? ഹജ്ജും ഉംറയും പൂർത്തിയാക്കണമെന്നാണ് ഖുർആൻ നമ്മളോട് പറഞ്ഞത്. അപ്പൊ ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ ഇത് സുന്നത്താണെങ്കിലും ഒരിക്കൽ മാത്രമേ നമുക്ക് തന്നുള്ളൂ. ഹജ്ജായാലും ഉംറയായാലും ബാധ്യതയുള്ളൂ. സാമ്പത്തികമായി കഴിയുന്നവർക്കാണ് ഹജ്ജും ഉംറയും ഉള്ളത്. അത് ഒരിക്കലേ ബാധ്യതയുള്ളൂ. പിന്നെ എത്രയും നമുക്കാണെങ്കിൽ ആവാം. ഇനി നമ്മൾ എന്തിനും എപ്പോഴും ചോദിക്കാം, വാട്ട്സ് മൈ പ്രോഫിറ്റ്? ഒരു ദിവസം നോമ്പ് നമ്മൾ 29 നോമ്പ് നോക്കും. എന്താണ് ഒരു നോമ്പിന്റെ കൂലി? 70 വർഷത്തെ വഴിദൂരം നമ്മുടെ ശരീരത്തെ അല്ലെങ്കിൽ മുഖത്തെ നരകത്തിന് നമ്മുടെ വിദൂരമാണ്. ഒരു ഉംറയുടെ കൂലി എന്താണ്? ഹജ്ജിന്റെ കൂലി എന്താ? ഹജ്ജിന്റെ കൂലി എന്താ?
അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. പരിപൂർണമായ ഒരു ഹജ്ജിന്റെ കൂലി എന്ത് മാത്രമാണ്? സ്വർഗ്ഗം മാത്രമാണ്. എന്നാൽ ഉംറ അൽ ഉംറത്തു ഇലൽ ഉംറ കഫാറത്തുൽ ലിമാ ബൈനഹുമാ. ഒരു ഉംറ അടുത്ത ഉംറ വരെയുള്ള പാപങ്ങൾ കഴുകി കളയാൻ പാകമാണ്. അതാണ് ഉംറയുടെ കൂലി പറഞ്ഞിട്ടുള്ളത്. ഇനി ഇതാണ് ഉംറയുടെ 4 പില്ലേഴ്സ്: ഇഹ്റാം, തവാഫ്, സഅയ്, തഹല്ലുൽ. അപ്പോൾ എന്താണ് ഇഹ്റാം? ഒന്നാമത്തേത് ഇഹ്റാമാണ്. എന്താണ് ഇഹ്റാം? ഇതാണ് ഉംറ ഏറ്റവും ബ്രീഫ്. മീഖാത്തിൽ വെച്ച് ഇഹ്റാം ചെയ്യുക, 7 തവണ വിശുദ്ധ കഅബയെ തവാഫ് ചെയ്യുക, മഖാം ഇബ്രാഹിമിന് പിന്നിൽ 2 റക്അത്ത് നിസ്കരിക്കുക, സഫാ മർവയ്ക്കിടയിൽ 7 തവണ സഅയ് നടത്തുക, മുടിയെടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇതാണ് ഏറ്റവും സിമ്പിൾ ആയി പറഞ്ഞാൽ ഉംറ എന്ന് പറയുന്നത്. ഇഹ്റാം, സഅയ്, അൽഖ് വതഖ്സീർ. ഇനി നമുക്ക് മീഖാത്തിൽ നിന്നാണ് ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത്. ഈ മീഖാത്ത് ആര് നിശ്ചയിച്ചതാണ്? എത്ര മീഖാത്തുകളുണ്ട്? 5 മീഖാത്തുകൾ. നമ്മൾ മദ്രസയിൽ പഠിച്ചതാണ്. അന്ന് തന്നെ കേട്ടു പോയതാ. ഇപ്പൊ നമുക്ക് ഓർക്കേണ്ട സമയമാണ്. 5 മീഖാത്തുകൾ. പേര് ആരെങ്കിലും പറയോ? അറിയുന്ന മീഖാത്ത് എന്ന് പറഞ്ഞാൽ യലംല എല്ലാവർക്കും അറിയാം അല്ലേ? പിന്നെ ഏതായില്ല? ആയിഷ പള്ളി മീഖാത്തല്ല. വേറെ മീഖാത്തൊന്നും അറിയില്ല. ത്വായിഫിലെ മീഖാത്തുണ്ട്. ത്വായിഫ് സ്ഥലപ്പേരാണ്. സമയമില്ലാത്തതുകൊണ്ടാണ്. ഇതാണ് 5 മീഖാത്തുകൾ. ഏതൊക്കെയാ? ذات الإرض، ذو الحليف، جحفة، യലംലം, ഖർനുൽ, മനാഫിൽ. 5 മീഖാത്തുകൾ. ഇത് അള്ളാഹുവിന്റെ റസൂലിന്റെ നാവിലൂടെ അള്ളാഹ് നിശ്ചയിച്ചു തന്നതാക്കാം. നമ്മളാരും സൗദി ഗവൺമെന്റ് സൗകര്യ പ്രകാരം നിർണയിച്ച മീഖാത്തുകൾ അല്ല. അതിന് പുറമെയുള്ള മീഖാത്ത് എന്ന് പറയുന്നത് മക്കയിൽ താമസിക്കുന്ന ആളുകൾക്ക് മക്കന്റെ പുറത്തു പോയിട്ട് ഇഹ്റാമിൽ, ഹറമിന്റെ പരിധിക്ക് പുറത്തു പോയി ഇഹ്റാമിൽ പ്രവേശിക്കണം. ജിദ്ദയിലൊക്കെ താമസിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് റൂമിൽ നിന്ന് തന്നെ ഇഹ്റാമിൽ പ്രവേശിക്കാം. അത്രേ ഉള്ളൂ. പിന്നെ ഒരു മീഖാത്ത് അതിന് പുറമെ ഇല്ല. അപ്പോ ആ മക്കയുടെ പരിധി ഇപ്പൊ തന്നെ ക്ലിയർ ചെയ്തുപോലെ ആയിഷ പള്ളി എന്ന് പറഞ്ഞുകൊണ്ട് മക്കയുടെ ഹറമിന്റെ പരിധിക്ക് പുറത്തുള്ള ഒരു സ്ഥലമാണ് മസ്ജിദ് ആയിഷ എന്ന് പറയപ്പെടുന്ന ഒരു സ്ഥലം. അതിന് പ്രത്യേകത എന്താ? അല്ലാതെ റസൂലിന്റെ കൂടെ ഉംറക്ക് വേണ്ടി വന്ന ആയിഷ ബീവിക്ക് റസൂലിന്റെ സഹാബികളുടെ കൂടെ ഉംറ ചെയ്യാൻ പറ്റിയില്ല. ശുദ്ധിയായിരുന്നു. ശുദ്ധിയായ സമയത്ത് ആയിഷ ബീവി നബിയോട് ചോദിച്ചു, നബി എനിക്ക് ഉംറ ചെയ്യണമല്ലോ, എന്താ ചെയ്യാം? അപ്പൊ ആയിഷ നബിയോട് നബി പറഞ്ഞു, ഹറമിന്റെ പരിധിക്ക് പുറത്തു പോയിട്ട് ശുദ്ധിയായി ഇഹ്റാമിൽ പ്രവേശിച്ച് വരാൻ പറഞ്ഞു. ആയിഷ ബീവി ഇഹ്റാമിൽ പ്രവേശിച്ച എന്ന സ്ഥലം പള്ളികളിൽ അവിടെ പള്ളി ഉണ്ടാക്കുകയും അവിടെ അത് സൗകര്യമാക്കുന്നത് അത് നമുക്കുള്ള തെളിവ് അല്ല. നമ്മള് മക്കയിലെത്തി കഴിഞ്ഞാൽ നമ്മളെ റൂമിലൊക്കെ താമസിക്കുന്ന ആളുകൾ രാവിലെ എഴുതി സുബിയും കൂടി നിസ്കരിക്കാൻ വീട്ടിൽ പോകും, ആയിഷ പള്ളിയിലേക്ക് പോകും. എന്നിട്ട് ഒരു ഇഹ്റാം ചെയ്ത് വന്ന് ദുഹറിന് മുമ്പ് ഉംറ ചെയ്യും. എന്നിട്ട് ദുഹർ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ട് ഒരു വീണ്ടും ആയിഷ പള്ളിയിലേക്ക് പോകും. ഇന്ന് നമ്മൾ ജുമ നിസ്കരിച്ചോ? അതിന് കൂലി എത്രയാ? അതിന്റെ 1,00,000 ഇരട്ടി കൂലിയാണ് ഇൻഷാ അല്ലാഹ് അടുത്ത വെള്ളിയാഴ്ച നമ്മൾ ജുമ അല്ലേ? അസ്ർ നമ്മൾ നിസ്കരിച്ചു. ഇവിടെ നമ്മൾ നിസ്കരിക്കുന്ന അസറിനേക്കാളും 1,00,000 ഇരട്ടി. ഇവിടെ ഒരു അസറിന്റെ കൂലി, അവിടെ അതേ അസർ അവിടെ നിസ്കരിച്ചാൽ 1,00,000 അസറിന്റെ കൂലി. ഈ നിസ്കാരം ഒഴിവാക്കിയിട്ടാണ് ഈ ആൾക്കാർ ഒഴുകുന്നത്. ആയിഷ പള്ളിയിൽ ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നതിന് ശേഷം നമ്മളത് ചെയ്യില്ല, ഞാനത് പ്രോത്സാഹിപ്പിക്കാറില്ല, അതിന് സൗകര്യം ചെയ്തു കൊടുക്കാറില്ല. പക്ഷേ നമ്മുടെ കൂടെ കുടുംബക്കാരായ ആളുകൾക്ക് ഇതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഓർക്ക് കൂടി പറഞ്ഞു കൊടുക്കാനാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോ ഈ 5 മീഖാത്തിൽ ഏതെങ്കിലും മീഖാത്തിൽ നിന്ന് ഇഹ്റാമിൽ പ്രവേശിക്കണം. അപ്പൊ നമ്മൾ ഫ്ലൈറ്റിലാണ് പോവുക അല്ലെ? നമ്മൾ എവിടെയാണ് ഇറങ്ങുമോ? ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യോ? ഇല്ല. അപ്പൊ നമ്മൾ എവിടെ ഏത് മീഖാത്തിൽ നമ്മൾ ഇഹ്റാമിൽ പ്രവേശിക്കുക? വല്ല ധാരണയുണ്ടോ? അല്ല. നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഇഹ്റാമിന്റെ പെണ്ണുങ്ങൾ പരേക്ക് ഇറങ്ങുമ്പോൾ തന്നെ എന്ത് ചെയ്യും? ഇഹ്റാമിന്റെ വസ്ത്രം അണിഞ്ഞിട്ടാണ് ഇറങ്ങുക. ആളുകൾ ഇൻഷാ അല്ലാഹ് നമ്മൾ എയർപോർട്ടിലെ ഇമിഗ്രേഷൻ കഴിഞ്ഞ് റാഹത്തായിട്ട് നമുക്ക്
ഡ്രസ് മാറ്റി ഇറങ്ങാം. പക്ഷെ നമ്മൾ ഇഹ്റാമിന്റെ വസ്ത്രം അണിയുന്നു. നമ്മൾ എപ്പോഴാണ് ഇഹ്റാമിലേക്ക് പ്രവേശിക്കാം? ജിദ്ദ എയർപോർട്ടിൽ ഇറങ്ങുന്നതിന്റെ ഒരു പരമാവധി 20 അല്ലെങ്കിൽ 25 മിനിറ്റ്സ് ബിഫോർ. ഏത് ഫ്ലൈറ്റ് ആണെങ്കിലും നിലവില് പൈലറ്റ് എന്ത് ചെയ്യും? നമ്മൾ ഫ്ലൈറ്റ് പോകുന്ന ഫ്ലൈറ്റ് മിക്കവാറും 100 ആളുകൾ 120 ആളുകൾ ആരായിരിക്കും? ഉംറക്കാരായിരിക്കും. 2-3 ഗ്രൂപ്പുകളിൽ എത്രയായിരിക്കും? വിമാനം ഫുള്ളായിരിക്കും. 150 സീറ്റിന്റെ വിമാനമായിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും പൈലറ്റ് എയർ ഹോസ്റ്റസ് അവർ നമ്മളോട് പറയും. അപ്പൊ നമ്മൾ ഒന്ന് അലേർട്ട്, അങ്ങോട്ടുള്ള യാത്രയിൽ നമ്മൾ എന്ത് ചെയ്യണം? 5.5 മണിക്കൂർ 6 മണിക്കൂറുള്ള യാത്രയിൽ നമ്മൾ ഒന്ന് അലേർട്ട് ആയിട്ട് ഇരിക്കണം. അപ്പൊ സത്യം പറഞ്ഞാൽ നമ്മുടെ കൂടെയുള്ള മറ്റു ചില ഏതെങ്കിലും ഗ്രൂപ്പുകാരൊക്കെ ഉണ്ടെങ്കിൽ ഓരോ എന്ത് ചെയ്യും? എയർപോർട്ടിൽ നിന്ന് ഇഹ്റാമിലാണ് പ്രവേശിക്കും. അതെന്തിനാ? അത് തെരീവൻ അഥവാ ഉറങ്ങി പോയാലോ? നമ്മൾ ഇത്രയും പൈസ കൊടുക്കി റിസ്ക് എടുത്ത് പോകുമ്പോൾ ഉറങ്ങാനാണ് അല്ല. അപ്പൊ അത് നമ്മളെന്ന് എല്ലാവരും ശ്രദ്ധിക്കാം. ചിലപ്പോ ഉറങ്ങിപ്പോകും. എല്ലാവരും ഒരു ഗ്രൂപ്പിൽ 40 ആൾ ഉറങ്ങിപ്പോകുന്നില്ലെന്നല്ല. അപ്പൊ എല്ലാവരും നമ്മൾ എഡ്യൂക്കേഷനൊക്കെ ഒരുമിച്ച് അടുത്തടുത്തായിരിക്കും നമ്മൾ സീറ്റ് ഉണ്ടാവുക. അപ്പൊ എല്ലാവരും ഞാൻ അങ്ങനെ ഉറങ്ങാതിരിക്കാൻ ശ്രമിക്കും. എല്ലാവരും വിളിച്ചുകൊടുത്തി ഉറങ്ങുന്നുണ്ടെങ്കിൽ വിളിച്ചുകൊടുത്തി നമ്മൾ എന്ത് ചെയ്യും? ആ സമയത്തേക്ക് റെഡി ആക്കാറുണ്ട്. ഏതായാലും അപ്പോ നമ്മള് ഇതിൽ ഒരു മീഖാത്തിന്റെ മുകളിലൂടെയാണ് നമ്മൾ ആ സമയത്ത് പോവുക. അത് ഏതാ നടന്നില്ല അറിയോ? എലംലാണ് അല്ല, ദുൽഹുലൈഫ. ഇത് നമുക്കുള്ള മീഖാത്തല്ല. ഇത് ആര് ഇഹ്റാമിന്റെ മീഖാത്താണ്? അല്ലാഹുവിന്റെ റസൂല് ഇഹ്റാം ചെയ്ത മദീനയിലെ മീഖാത്താണ്. അഥവാ ഹറമിൽ നിന്ന് ഏറ്റവും ദൂരെ സ്ഥിതി ചെയ്യുന്ന മീഖാത്താണ് ദുൽഹുലൈഫ അബയാർ അലി എന്ന് പറയുന്ന മീഖാത്ത്. ഇപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂല് ഇഹ്റാമിൽ പ്രവേശിച്ച മീഖാത്താണ് അബയാർ അലി. നമ്മൾ അവിടുന്നല്ല, സാധാരണ നമ്മള് മദീനയിൽ തിരിച്ച് മക്കയിൽ വരാറുണ്ടെങ്കിൽ അബയാർ അലി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഒരു ഇഹ്റാം പ്രവേശിക്കാറുണ്ട്. ഈ യാത്രയിൽ അത് നമുക്ക് കിട്ടില്ല. നമ്മൾ അവിടെ പോകും, കാണിച്ചു. അടുത്തത് എന്താണ്? ഈജിപ്ത്, ഷാം, മൊറോക്കോ എന്നീ രാജ്യക്കാരുടെ മീഖാത്താണ്. മക്കയിൽ ഏകദേശം 186 കിലോമീറ്റർ അകലെയാണ് ജുഹഫ. അടുത്ത ഏതാണ്? കർനുൽ മനാസിൽ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമുക്ക് കിട്ടുന്ന മീഖാത്ത് ഇതായിരിക്കും. ഫ്ലൈറ്റ് റൂട്ട് വരുമ്പോ ദമാമ്, റിയാദ് ഇങ്ങനെ വരുമ്പോ നമുക്ക് മിക്കവാറും കിട്ടാറുള്ള മീഖാത്ത് ഇതാണ്. കർനുൽ മനാസിൽ. തായിഫിനടുത്തുള്ള മക്കയിൽ 78 കിലോമീറ്റർ ഡിസ്റ്റൻസിലുള്ള കർനുൽ മനാസിലാണ് നമുക്ക് സാധാരണ ഫ്ലൈറ്റിലാണെങ്കിൽ ഇപ്പോൾ. മറ്റേ നമ്മൾ പഴയ കാലത്ത് കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്ന മീഖാത്താണ്. അപ്പൊ ഫ്ലൈറ്റ് റൂട്ട് വരുന്നത് മിക്കവാറും ഇങ്ങനെയാണ്. അപ്പൊ കണക്ഷൻ ഫ്ലൈറ്റ് അല്ലാത്തതുകൊണ്ട് കൂടുതലും ഈ റൂട്ടാണ് വരിക. ഞാൻ മനസ്സിലാക്കിയപ്പോഴും കർനുൽ മനാസിലായിരിക്കും. ഏതായാലും നമുക്ക് ആ സമയത്ത് നമുക്ക് ഫ്ലൈറ്റിന് നിർദ്ദേശം കിട്ടും. അല്ലെങ്കിൽ ആ 20-25 മിനിറ്റ് മുമ്പ് നമ്മൾ എന്ത് ചെയ്യാം? എന്താ പറയുന്നത്? അല്ലാഹുമ്മ ലബ്ബൈക ഉംറത്തൻ. നമ്മൾ ഉംറക്ക് മാത്രമാണ് പോകുന്നത്. അല്ലാഹുമ്മ അല്ലെങ്കിൽ ലബ്ബൈക അല്ലാഹുമ്മ ഉംറത്തൻ അല്ലെങ്കിൽ അല്ലാഹുമ്മ ലബ്ബൈക ഉംറത്തൻ. ഇത് പറയുന്നതോടുകൂടി നമ്മൾ ആരായി? മുഹ്രിമായി. ഇത് പറയുന്നതോടുകൂടി നമ്മൾ ആരായി? ഇഹ്റാമിൽ പ്രവേശിച്ചതിന് പറയുന്ന പേരെന്താണ്? മുഹ്രിം. മുഹരിമിന് ചില കാര്യങ്ങൾ പിന്നെ നിഷിദ്ധമാകും. എന്തൊക്കെയാണ് മുഹരിമിന് നിഷിദ്ധമായ കാര്യങ്ങൾ? മുടി മുറിക്കാൻ പാടില്ല, നഖം വെട്ടാൻ പാടില്ല, പിന്നെ സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല. ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ പുരുഷന്മാർ തല മറക്കാൻ പാടില്ല. സ്ത്രീകൾ മുഖവും മുൻകൈയും ഇഹ്റാമിൽ മറക്കാൻ പാടില്ല. പിന്നെ മക്കൾക്ക് റൂമിൽ പോയി നിൽക്കുമ്പോഴാണ് നാട്ടിലത്തെ കണ്ട് പരിചയപ്പെട്ടത്. അപ്പൊ അതിന്റെ മോളെ വർത്താനെന്താ, മോനെ വർത്താനെന്താ ചോദിച്ചപ്പോ കല്യാണാലോചന ചോദിച്ചു വന്നു. അവിടെ മുഹരിമായിക്കൊണ്ട് എന്ത് ചെയ്യരുത്? കല്യാണാലോചന നടത്താൻ പാടില്ല. അപ്പൊ ഇഹ്റാമിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? അതിന് മുമ്പ് നിശ്ചിതമായ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? ചെയ്ത് വൃത്തിയാക്കാം. നഖം, മീശ, പുതിയ രോമം, കർശനമോ എന്തൊക്കെ നീക്കം ചെയ്യാം. പിന്നെ ഇഹ്റാമിന് വേണ്ടി കുളിക്കുമ്പോൾ നമ്മൾ കൂട്ടുന്നാണ് കുളിക്കുക. എന്ത് ചെയ്യണം? വെള്ളിയാഴ്ച കുളിക്കുന്നത് എന്താണ്? അല്ലെ? അപ്പൊ ജുമഅക്ക് വേണ്ടിയുള്ള കുളി നമ്മൾ നിയ്യത്തുണ്ടോ? അതേപോലെ
ഇഹ്റാമിന് വേണ്ടിയുള്ള കുളി എന്ന പ്രത്യേകമായ നിയത്തോടു കൂടി വീട്ടിൽ തന്നെ കുളിച്ചിറങ്ങാം. കാരണം നമ്മൾ ഫ്ലൈറ്റിൽ നിന്നാണ് ഇഹ്റാമിൽ പ്രവേശിക്കുക. പിന്നെന്ത് ചെയ്യാം? ഇഹ്റാമിന്റെ വസ്ത്രം പുരുഷന്മാർക്ക് ഒന്ന് ഉടുക്കാനും ഒന്ന് കുടക്കാനും സ്ത്രീകൾക്ക് ഏതുമാകാം. കറുപ്പനാവണമെന്നില്ല, വെള്ളമാവണമെന്നില്ല. ഏത് വസ്ത്രവും ഔറത്ത് മറയുന്ന മാന്യമായ ഇസ്ലാമികമായ ഏത് വസ്ത്രവും സ്ത്രീകൾക്ക് ഇഹ്റാമിൽ ഉപയോഗിക്കാം. സ്ത്രീകൾ മുഖവും മുൻകൈയും ഉംറ കഴിഞ്ഞ വരെ മറക്കാൻ പാടില്ല. ഇതാണ് ഇഹ്റാമിൽ അനുവദനീയമായത്. അപ്പൊ പുരുഷന്മാർ എന്ത് ചെയ്യാൻ പാടില്ല? ഷൂ പോലെയുള്ള മുന്ന് മറച്ച വസ്ത്രം പാദരക്ഷ ധരിക്കാൻ പാടില്ല. ഇത് നമുക്ക് പറ്റും. ഇങ്ങനത്തെ ചെറിയ വള്ളിയുള്ള ഒറ്റ വള്ളിയുള്ള ചെരുപ്പുകളാണ് ഇഹ്റാമിൽ ഉപയോഗിക്കുന്നത്. യാത്ര നിലക്ക് ഷൂ ഒക്കെ പെണ്ണുങ്ങൾക്ക് കുഴപ്പമില്ല. ആളുകള് ഷൂ ഒക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അത് വേറെ ബാഗിൽ വെക്കുക. ഇഹ്റാം ഉംറയ്ക്ക് വേണ്ടി മാത്രം ഒരു ചെരുപ്പ് ആ ഇനത്തിൽപ്പെട്ട ഏതെങ്കിലും ചെരുപ്പ് പോകുമ്പോൾ തന്നെ ഇട്ടേണ്ട. പിന്നെ അവിടെ നമുക്ക് വേറെ ചെരുപ്പ് കയ്യിൽ കരുത ബാഗിൽ കരുതാം. ഇതാണ് ഇത് നമുക്ക് ബെൽറ്റ്. അപ്പൊ സാധാരണ നമ്മള് തുണി ഇരിക്കുക എന്നാല് നമ്മൾ അതിനുള്ളിൽ ഇന്നറൊക്കെ ഇട്ടിട്ട് ഉപയോഗിക്കാം. പക്ഷെ ഇഹ്റാമിൽ എന്ത് ചെയ്യില്ല? ബനിയനോ ഇന്നറൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ സ്വാഭാവിക ഒരു സേഫ്റ്റിക്ക് നമുക്ക് എന്ത് ചെയ്യാം? സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന തോലിന്റെ ബെൽറ്റ് ഉണ്ടല്ലോ, അത് ഉപയോഗിക്കാം. എന്നിട്ട് അതിന്റെ മുകളിൽ ഇങ്ങനത്തെ ബെൽറ്റ് നമുക്ക് പൈസയോ മൊബൈലൊക്കെ സൂക്ഷിക്കാൻ പറ്റുന്ന ബെൽറ്റ് കിട്ടും, അതും ഉപയോഗിക്കാം കേട്ടോ. സാധാരണ ബെൽറ്റ് ഉപയോഗിക്കുന്നതിൽ തോലിന്റെ ബെൽറ്റ് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. കൂട്ടി തുന്നിയ വസ്ത്രങ്ങളാണ് ഇഹ്റാമിൽ നിഷിദ്ധമാക്കുന്നത് പുരുഷന്മാർ. എന്തെങ്കിലും ഡൗട്ടിന് അപ്പം തന്നെ ചോദിച്ചോളിട്ടാ. ഞാൻ ഓടിച്ചോടിച്ചു പോവാണ്. 66 സ്ലൈഡ് ഉണ്ട്. ഇതാണ് സ്ത്രീകളുടെ കണ്ടല്ലോ. മുഖം മറക്കാൻ പാടില്ല, തുന്നിയെ മറക്കാൻ പാടില്ല പുരുഷന്മാർ. ഇനി ചില ആൾക്കാർ ഇഹ്റാമിന് വേണ്ടി പ്രത്യേകം നിസ്കരിക്കും. അങ്ങനെ നിസ്കാരം ഉണ്ടോ? അതുമില്ല. നമ്മുടെ ഫ്ലൈറ്റിൽ നിസ്കരിക്കാം. നമ്മൾ ഇൻഷാ അല്ലാഹ് കോഴിക്കോട് എയർപോർട്ടിൽ നമ്മൾ സുബഹി നിസ്കരിക്കും. അത് കഴിഞ്ഞ് വേറെ നിസ്കാരം ഉണ്ടോ? അതുമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ഇഹ്റാമിന് വേണ്ടി പ്രത്യേക നിസ്കാരം ഇല്ലാന്ന് മനസ്സിലാക്കാം. ഏതെങ്കിലും വക്തിന്റെ നിസ്കാരത്തിന്റെ നേരാണെങ്കിൽ അത് നിസ്കരിക്കാം. അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നിസ്കരിക്കാം, അല്ലെങ്കിൽ നമുക്ക് കുളിച്ചു മാറ്റുന്ന ഉപദേശമുള്ള നിസ്കരിക്കാം. ഏതെങ്കിലും നിസ്കാരം നിസ്കരിച്ചിട്ട് ഇറങ്ങാം. പക്ഷെ എന്നാലും നമ്മൾ എയർപോർട്ടിൽ എത്തുമ്പോൾ എന്ത് ചെയ്യും? സുബഹി നിസ്കാരം ജമാഅത്തിന് നമ്മൾ നിസ്കരിക്കും. ഇനി ഒന്ന് ഉടുക്കാനും ഒന്ന് പുതക്കാനും. ഇനി നമ്മൾ ആ ഇഹ്റാമിൽ പ്രവേശിക്കുന്ന സമയത്ത് അല്ലാഹുമ്മ ലബ്ബൈക ഉംറത്തൻ എന്ന് പറയുന്നതോടുകൂടി നമ്മൾ എവിടെ പ്രവേശിച്ചു? ഇഹ്റാമിൽ പ്രവേശിച്ചു. പിന്നെ നമ്മുടെ നാവിൽ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക. പിന്നെ വേറെ ആണുങ്ങൾ കുറച്ച് ശബ്ദത്തിൽ, പെണ്ണുങ്ങൾ അവനവന് കേൾക്കാൻ പറ്റുന്ന ശബ്ദത്തിൽ. ഇതിന് വേറെ വർത്താനൊന്നുമില്ല. എയർപോർട്ടിൽ ഇറങ്ങുമ്പോഴുള്ള കുറച്ച് കശപിശി ചിലപ്പോൾ കച്ചവടമല്ല. അങ്ങോട്ട് ബാഗ് ഇങ്ങോട്ട് ആ ഒരു രസം വിളിച്ചാൽ പിന്നെ ഫുള്ള് വേറെ വർത്താനില്ല. തെൽബിയത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കും. നമ്മൾ എയർപോർട്ടിൽ എത്തിയപ്പോൾ ആരെങ്കിലും ബേജാറാവുന്നു. നമുക്ക് പറ്റാതിരിക്കണം. പറ്റിയാൽ നമ്മളെക്കാളും മുമ്പ് ആരറിയും? നാട്ടിലറിയും. നമ്മൾ അറിയിക്കുമ്പോൾ എന്ത് ചെയ്യും? നാട്ടിലറിയും. അതൊന്നും ഉണ്ടാവില്ല. ഇൻഷാ അല്ലാഹ് നാട്ടിലെത്തി കഴിഞ്ഞാൽ എനിക്ക് ഇവിടുന്ന് സിംബുൽ ഞാൻ ഗ്രൂപ്പിൽ അറിയിക്കും. അപ്പൊ നിങ്ങൾ പറഞ്ഞാൽ മതി. ഗ്രൂപ്പിലെ റമീസിന്റെ നമ്പറേക്കാൾ അത് കൊടുത്താൽ മതി. നാട്ടിലെത്തിയ ഉടനെ നമുക്ക് എന്ത് ചെയ്യും? അവിടെ എത്തിയ ഉടനെ അവർ അതിൽ വിളിച്ച് അന്വേഷിച്ചു. എയർപോർട്ടിൽ തിരക്കിയിട്ട് സിം എടുക്കാനൊക്കെ നമുക്ക് ഒരുപാട് സമയവും പോകും, ചിലപ്പോൾ പൈസയും. അപ്പൊ അത്യാവശ്യം കോണ്ടാക്ട് കഴിയുന്നവർ ഞാൻ പറഞ്ഞല്ലേ, ഇപ്പൊ കാലിക്ക പറഞ്ഞു 4000 രൂപയ്ക്ക് നമ്മൾ ഇവിടുന്ന് കോട്ടയത്ത് ഞാൻ സ്വന്തമായിട്ട് കൂട്ടിച്ചെടുക്കാണ്. അവിടുന്ന് ചെന്നിട്ട് മിനിമം 15 ദിവസം ഉപയോഗിക്കണമെങ്കിൽ 100 റിയാലെങ്കിലും എത്രയായി? 100 റിയാൽ എത്രയായി? 2000 സംതിന്റെ പുറത്തായില്ലേ? അവിടെ ഒന്നും തികയില്ല. അതിപ്പോഴത്തെ നെറ്റല്ല, അവർക്ക് നെറ്റില്ല. നല്ല സ്പീഡാണ്. ആ ഓരോ ജീവിക്കും പോകും. അപ്പൊ പിന്നെ ആ നെറ്റില്ല. അപ്പൊ പിന്നെ നമ്മൾ കൂടുതൽ 50 കഴിക്കും. അപ്പൊ ഒരു 150-200 റിയാൽ ഓൾറെഡി നമുക്ക് ഉണ്ടാവും. അവിടെ തന്നെ സിം എടുത്താലും ചെലവാകും. അതിൽ ഒരുപാട് ടെൻഷൻ എടുക്കണം. അപ്പൊ അതിലേറെ നല്ലത് പറ്റുമെങ്കിൽ ഒരു കുടുംബത്തിൽ 4 ആൾ പോരുണ്ടെങ്കിൽ 4 ആളൊക്കെ പോലെ ഫാമിലി ഉണ്ടാവും. 11 ആളൊക്കെ 7 അല്ല അപ്പൊ എന്നാലും റെക്കോർഡ് 11 ആളൊക്കെ. അപ്പൊ 7 ആളുണ്ടെങ്കിൽ കുടുംബാവുമല്ലോ. ഒരാളെ സമ്മതാക്കിയാൽ മതി.
ഒരു ബാക്കിൽ പെണ്ണുങ്ങളും പോയിട്ടുണ്ടെങ്കിൽ ഒരാൾ സിം അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താൽ എന്ത് ചെയ്യാം, നമുക്ക് അവിടെ അനാവശ്യമായ ചെലവ് കുറക്കാം, ടെൻഷനും. നിങ്ങൾക്ക് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്താൽ തന്നെ എന്ത് ചെയ്യാം, നിങ്ങൾ കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് വിളിക്കണ മാറ്റി തന്നെ നിങ്ങൾക്ക് അതിനകത്ത് ജില്ലയിൽ അറിയാൻ വിളിക്കാം. അപ്പൊ അതിന് എത്തി കിട്ടും, ടെൻഷൻ ഫ്രീ ആകാം. അല്ലെങ്കിൽ ഇതിന്റെ പകരം ഇങ്ങനെ നടക്കേണ്ടി വരും, സിം എടുക്കണ്ടേ, സിം എടുക്കണ്ടേ. അപ്പൊ ആ ടെൻഷൻ ഒഴിവാക്കാൻ നല്ലത്. ചിലപ്പോൾ എപ്പോഴും നമ്മളോട് ചിലപ്പോൾ സിമ്മിന്റെ ആൾക്കാരുണ്ടാവില്ല, ഒരുപോലെ ഒരു ഉപയോഗിക്കാം. അപ്പൊ ആ ടെൻഷനൊക്കെ ഒഴിവാക്കാൻ ഏറ്റവും നല്ലതാണ് ഇതായിരിക്കും. ഞാൻ പുറത്തുനിന്ന് വഴിയിൽ നിന്ന് എടുത്തു കൊടുക്കുന്നില്ല, അറബിയുടെ ഭാഗത്ത് ഓതറൈസ്ഡ് ഷോപ്പുകൾ അവിടെ എടുത്തു കൊടുക്കാറുള്ളൂ. കാരണം ഇവർ ഇരിക്കുന്നവർ അടുത്ത 5 മിനിറ്റ് കഴിഞ്ഞാൽ അവരെ കാണില്ല. നമ്മൾ 50-100 റിയാൽ കൊടുത്തേക്കാണ് സിം എടുക്കുക. അപ്പൊ അപ്പുറത്ത് പോയാൽ ഞാൻ നേരത്തെ കൊണ്ടെടുത്ത സിം എന്ത് ചെയ്യും, ഇതേ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. ഏതായാലും പിന്നെ വേറെ വർത്താനല്ല. അപ്പൊ ഈ തൽബിയത്ത് മാർക്കുന്ന ടെൻഷനൊക്കെ എപ്പോഴാണ്ടാവുക, ഈ ഫോണ് കിട്ടാത്തപ്പോഴാണ്. അപ്പൊ തൽബിയത്ത് നമുക്ക് പഠിച്ചവനെ പനിക്ക് അറിയിച്ചിട്ടില്ല, രാവിലെ പോകുന്നതാണ്, അതൊന്നും ഉണ്ടാവില്ല. ഇതാക്കി വെച്ചാല് പിന്നെ നമുക്ക് മനസ്സമാധാനത്തിൽ എന്ത് ചെയ്യാം, തൽബിയത്ത് ചൊല്ലാം. അനാവശ്യ സംസാരങ്ങൾ, തർക്കങ്ങൾ, പ്രവർത്തനങ്ങൾ പാടില്ല. മുടി രോഗം നഖം എന്നിവ നീക്കം ചെയ്യരുത്. ഒരാൾ മുടി ചീകുമ്പോ ഇവിടെ കുഴപ്പമുണ്ട, ഇങ്ങനെ ശേഖരിച്ചു കൊണ്ട് നടക്കണം, അതൊന്നും വേണ്ട. അതൊക്കെ നോർമലി നടക്കണം. പിന്നെ സുഗന്ധം ഇഹ്റാമിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യാം, നല്ല സുഗന്ധമൊക്കെ പുരുഷന്മാര് ശരീരത്തിൽ പുരട്ടാം, വസ്ത്രത്തിലാകെ നമ്മൾ നമ്മുടെ ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യാം, ശരീരത്തിൽ പുരട്ടാം. ഇനി അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ സോപ്പ് ഉപയോഗിക്കാൻ, സുഗന്ധമുള്ള സോപ്പ് ഉപയോഗിക്കാൻ, വലിയ സുഗന്ധമില്ലാത്ത സോപ്പ് ഉപയോഗിക്കാം. പിന്നെ കല്യാണം അനുഭവിക്കാൻ പാടില്ല. മാപ്പിള പെണ്ണുങ്ങളുണ്ടെങ്കിൽ സ്ത്രീ പുരുഷ സമ്പർക്കം പാടില്ല. തുന്നി ചെയ്ത വസ്ത്രങ്ങൾ പുരുഷന്മാർക്ക് പാടില്ല. ഇനി നമുക്ക് കൂടുതൽ ബുക്ക് തരും, ഇതൊക്കെ ഉണ്ടാവും, ബുക്ക് പോയി വായിക്കാനുള്ള സമയം കിട്ടും. ഇൻഷാല്ലാ പുരുഷന്മാർ ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന വസ്തുക്കളെ കൊണ്ട് തല മറക്കരുത്. തൊടാൻ ടെന്റ് ഉപയോഗിക്കാം, തൊപ്പി ഉപയോഗിക്കാൻ പാടില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ജിദ്ദയിൽ ഇറങ്ങി, എയർപോർട്ടിൽ ഇറങ്ങി, ബസ്സില് ബസ്സിൽ കയറി നേരെ ഹറമിലേക്കല്ല പോവുക. അവിടെ ചെന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് നമുക്ക് ഫ്രഷായി അപ്പത്തെ ഒരു ആരോഗ്യ സ്ഥിതി പോലെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ 3 മണിക്ക് ഹോട്ടലിൽ എത്തുകയാണെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിച്ചൊന്ന് ഫ്രീ ആവുന്നതിനോട് അസർ കഴിയും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അസർ കഴിഞ്ഞിട്ട് മഗ്‌രിബിന് മുമ്പായിട്ട് മത്താഫിലേക്ക് വേറൊരു രൂപത്തിൽ പ്ലാൻ ചെയ്യാം. അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ മഗ്‌രിബോട് കൂടി അല്ലെങ്കിൽ മഗ്‌രിബിന്റെ ഉള്ളിലൂടെ നമ്മൾ എന്ത് ചെയ്യും, തവാഫ് പൂർത്തിയാക്കും. തവാഫ് ചെയ്യുന്നതോടുകൂടി മഗ്‌രിബ് നിസ്കാരം നടക്കും. അത് അല്ലെങ്കിൽ മഗ്‌രിബിന്റെ മുമ്പ് തവാഫ് തീർന്നാല് അവിടെ തന്നെ ഇരിക്കും. നിസ്കരിക്കാം, അത് നമുക്ക് അവിടെ ചെന്നിട്ട് അപ്പത്തെ സൗകര്യം പോലെ നോക്കാം. ചിലപ്പോൾ എന്തെങ്കിലും ഡിലേ നിങ്ങൾ എയർപോർട്ടിൽ തന്നെ നിസ്കരിക്കാം. നമുക്ക് അല്ലെങ്കിൽ മക്കളെന്തെങ്കിലും സിമ്പിൾ യാത്രക്കാരാവും, അത് അപ്പത്തെ സൗകര്യം പോലെ നമുക്ക് നിസ്കരിക്കാം. പിന്നെ നമ്മള് മഗ്‌രിബിന് മുമ്പ് തവാഫ് പൂർത്തിയാൽ മഗ്‌രിബ് കഴിഞ്ഞ് കുറച്ച് നേരം മത്താഫിന്റെ റാഹത്തിൽ ഇരുന്ന്, അതിന് വേറെ പ്രശ്നം എന്താ വെച്ചാല് മത്താഫിൽ ഇരുന്ന് നമുക്ക് കൂലി കൊടുക്കില്ല. ഇപ്പൊ പുതിയ നിയമം എന്താ വെച്ചാല് ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ നോക്കി കൊടുക്കുക നമുക്കുള്ളൂ, മത്താഫിലേക്ക് പോകാൻ പറ്റുള്ളൂ. എന്നാ ഇവര് നല്ല ഭാഗ്യവാന്മാരാണ്. പക്ഷേ ചെയ്യുന്ന എന്താണ്, ഞാൻ അങ്ങനെ പറയാമോ, ചെയ്യുന്ന ഹറാമാണ്. മക്ക ഗവൺമെന്റ് പറയുന്നത് എന്താണ്, ഉംറയ്ക്ക് വേണ്ടി ഇഹ്റാമിൽ പ്രവേശിച്ച ആളുകൾ മാത്രമേ മത്താഫിലേക്ക് പോകാൻ പാടുള്ളൂ. അതെന്തിനാണ്, സൗകര്യത്തിനാണ്. ഉംറ ചെയ്യുന്ന ആളുകളുടെ സൗകര്യത്തിനാണ്. മുമ്പൊക്കെ എല്ലാ തവാഫിലും എവിടെയിരുന്നു, സാധാരണ മക്ക നിവാസികളോ ജിദ്ദയിൽ വരുന്ന ആളുകളൊക്കെ മക്കയിൽ സാധാരണ നമ്മുടെ പള്ളിയിൽ പോയാൽ തഹിയ്യത്ത് നിസ്കരിക്കുന്ന പോലെ മക്കയിൽ എന്താണ്, തവാഫാണ്. അപ്പൊ പാന്റ് ഇട്ടോലും ഉണ്ടാവും, ട്രൗസർ ഇട്ടോലും ഉണ്ടാവും, ചുരിദാർ ഇട്ടോലും എല്ലാവരും തവാഫ് ചെയ്തിരിക്കും. അത് മാറി. ഇപ്പൊ ഉംറയുടെ തവാഫുകാർ മാത്രമേ താഴെ മത്താഫില് ഉള്ളൂ. അത് നല്ലൊരു സൗകര്യമാണ്. അപ്പൊ അല്ല അതെ പറ്റിക്കലല്ലേ, പോകാൻ പാടില്ലെന്ന് ഞാൻ പറയാം. ആണായാലും പെണ്ണായാലും അതെന്താണ് നിങ്ങൾ ആലോചിച്ച് നോക്കും. നമ്മുടെ നാട്ടിൽ 1000 ആൾ പങ്കെടുക്കുന്ന ഉത്സവത്തിന് ഇവിടെ 2 അല്ലെ, ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന ഒരു സംവിധാനത്തിന് അവിടുത്തെ നിയമം അനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നമുക്ക് തവാഫ് ഏരിയയിൽ അവിടെ ചെയ്യാം, ഇഷ്ടംപോലെ ഏരിയ പുറത്തുണ്ട്, നമുക്ക് ആരോഗ്യകരമായ റിസ്ക് തരും. പക്ഷേ ഗവൺമെന്റ് നിശ്ചയിച്ച നിയമം ഇതാണ്, ഉംറയ്ക്ക് വേണ്ടി ഇഹ്റാം നമ്മള് സഅയ് കഴിഞ്ഞ് മുടി വെട്ടി നമ്മളെന്തായി ഇഹ്റാമിൽ നിന്ന് മുക്തമായി. അടുത്ത ഇഹ്റാം ചെയ്ത് വരുമ്പോഴേ നമുക്ക് എവിടെ പോകാൻ പാടുള്ളൂ, മത്താഫിലേക്ക് പോകാൻ പാടുള്ളൂ. അതാണ് അതിന്റെ നിയമം. പിന്നെ സ്വാഭാവികമായും
നമ്മൾ പിന്നെ അതിക്രമിച്ചുകൊണ്ട് മത്താഫിലേക്ക് പോകുന്ന ശരിക്കും എന്താകും? മറ്റുള്ളവരുടെ ആരാധനക്ക് എന്തേ അജലസത അവിടെ ഉണ്ടായിട്ട് നമ്മൾ തൊട്ടുമുട്ടാതെ കൈകൊണ്ട് അഭിവാദം ചെയ്ത് തോന്നപ്പെടുന്നത്? ആരാധനക്ക് പങ്കു. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോ നമ്മളോട് പോലീസുകാരോട് നമുക്കാരും എന്നാലും വെറുതെ പോലീസുകാരോട് ചോദിച്ചു, എന്തേ എന്നാ ഈ അജലസത മുത്താൻ വേണ്ടി ഇത്ര തന്നെ തിരക്കൊന്നും കൂട്ടേണ്ട ആവശ്യമില്ലല്ലോ, ഒരു വരി നിർത്തിയ പോലെയാണ്. ഇവിടെ അജലസതയേക്കാൾ പ്രധാനം എന്തിനാണ്? തവാഫാണ് ഇവിടെ പ്രധാനം. അത് നടക്കണം. അത് മുടങ്ങുന്ന പരിപാടി ഇവിടെ. അപ്പൊ നമ്മൾ ചെയ്യുന്ന പണി എന്താണ്? തവാഫ് ചെയ്യുന്ന ആളുകൾക്ക്, ഉംറയുടെ തവാഫ് ചെയ്യുന്ന ആളുകൾക്ക് തടസ്സം സൃഷ്ടിക്കലായിരിക്കും. അത് നമുക്ക് ഇഷ്ടം പോലെ അറബ് വിശാലമാണ്, ഏത് ഭാഗത്തും പോയിരിക്കാം. മുകളിലൂടെ തവാഫ് ചെയ്യാം, എവിടെ തവാഫ് ചെയ്യാം, താഴത്തെ പോയി വാശിക്കും. ഞാൻ സാന്ദർഭികമായി പറഞ്ഞു നിങ്ങൾക്ക് കിട്ടുള്ളൂ. ആദ്യത്തെ ഉംറ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഫ്രീ ആണ്. എനിക്ക് പറഞ്ഞില്ലേ, പിന്നെ ആളുകളെ കൊണ്ടുവരുന്ന മാതിരി ഞാൻ നിങ്ങൾ കൊണ്ടുവരുന്നു. രണ്ടാമത്തെ ദിവസം പറ്റുന്ന മാതിരി അറബിന്റെ ഒരു തല മുതൽ ഒരു തല വരെ കാണിച്ചു. ഇന്റെ അടുത്തൂടെ പോയ എന്റെ അടുത്തെത്തും, ഇന്ന സ്ഥലത്ത് ബാത്റൂം എല്ലാം കാണിച്ചു. പിന്നെ ഞാൻ പോവാം. വഴി തെറ്റാതിരിക്കാൻ നമ്മളെ ബാഡ്ജ് ഉണ്ടാവും. അതിന്റെ കൂടെ ഹോട്ടലിൽ എത്തിയാൽ ഹോട്ടലിന്റെ ഒരു കാർഡ് നമുക്ക് അവിടെ റിസപ്ഷനിൽ ആ കാർഡ് നമ്മൾ കയ്യിൽ വെക്കുക. എങ്ങോട്ട് പോയാൽ ഈ കാർഡ് കളിച്ചു എവിടെ നോക്കിയിട്ടും മലയാളികൾ ഒരമ്മ ഒന്നുകിൽ കൈ പിടിച്ചു കൂടിയത്, അല്ലെങ്കിൽ വഴി പറഞ്ഞത്. ഒരു പൊടി പിടിച്ചാൽ അത് അങ്ങനത്തെ മണ്ണാണ്. ഒരു പൊടി വരാം ബേജാറാകും. ആ ബേജാറിൽ ഇരുത്തണം. ആ ഇരുത്തിരിക്കണം. വെറുതെ കാർഡ് വയ്ക്കുക, കൊടുക്കുക. അപ്പോൾ മനസ്സിലാവും വഴി തെറ്റിയതാണ്. അല്ലെങ്കിൽ കാർഡ് കാണിച്ചു കൊടുക്കും. നമ്മളെ കാർഡുകളുണ്ടാവും, ID കാർഡുകളുണ്ടാവും, ഓർമ്മ പേര് കാണിച്ചു കൊടുത്താൽ. അല്ലെങ്കിൽ കൈവന്റെ നമ്പർ ഉണ്ടാവും, എന്റെ അവിടുത്തെ സൗദിയിലെ നമ്പർ ഉണ്ടാവും. അതിലൊരു കിട്ടും, ഞാൻ നിങ്ങളോട് കൊടുക്കും, അല്ലെങ്കിൽ ഒരു ബേജാറാകും. കൂട്ടം തെറ്റിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും ബേജാറാകും. കൂട്ടം തെറ്റിയാലും നിങ്ങൾ തിരിച്ചു റൂമിൽ എത്തിക്കാൻ ആദ്യം നമ്മൾ പരിശീലനം അനുഭവിച്ചാണ്. പിന്നെ വരുന്ന നമുക്ക് പ്രവേശിക്കാം. അപ്പൊ നമ്മൾ ഹറമിൽ പ്രവേശിക്കുമ്പോൾ തൽബിയത്ത് ചൊല്ലി ഹറമിൽ പ്രവേശിക്കാം. പിന്നെ നമ്മൾ എന്ത് ചെയ്യാം? പള്ളിയിൽ കയറുമ്പോൾ പ്രാർത്ഥന. സാധാരണ പള്ളിയിൽ കയറുമ്പോൾ പ്രാർത്ഥന എന്താണ്? ഇതന്നെയാണ് ശരിക്കും. ബിസ്മില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി അല്ലാഹുമ്മ ഖുദ്ദിയ വബറകതുക. അതിന് പുറമെ അഊദു ബില്ലാഹിൽ അലീം വജ്ഹിൽ കരീം സുൽത്താനിൽ ഖദീം മിനശ് ശൈത്താനിർ റജീം പല റിപ്പോർട്ടുകളുണ്ട്. നിങ്ങൾക്ക് തരുന്ന ചെറിയ ബുക്ക്ലെറ്റിലെ പ്രാർത്ഥന ഉണ്ടാകും, ഒന്ന് പഠിച്ചു കൊടുക്കുക. ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച് നമ്മൾ ഹറമിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി തൽബിയത്ത്. പിന്നെയാണ് നമ്മൾ ഇത്രയും ഈ ആയുഷ് കാലത്തിനടുത്ത് നമ്മൾ തിരിഞ്ഞു നിന്ന് നിസ്കരിച്ച കഅബ ആദ്യമായിട്ട് നമ്മള് കണ്ടുകൊണ്ട് കാണുന്ന ആ സന്തോഷം അത് വല്ലാത്ത നിമിഷം. അറിയാതെ നമ്മൾ കണ്ണിൽ നിന്ന് അല്ലേ? അപ്പൊ നമ്മൾ കഅബയെ അറിയണം. എന്താണ് കഅബ? കഅബക്ക് 4 മൂലയുണ്ട്. ഏതൊക്കെ മൂല നിങ്ങൾക്ക് അറിയും? ഇതാണ് കഅബ മത്താഫ്. ഇതാണ് ചെറിയ രൂപം. ഇതെന്താണ് ഈ അർത്ഥവൃത്തം? ഇസ്മായിൽ അല്ലേ? ഹത്തീം എന്നാണ് അതിന്റെ പേര്. ഹത്തീം. ഇതൊരു ഇസ്മായിൽ എന്ന് പറയും, ഹത്തീം. എന്താ അതിന്റെ പ്രത്യേകത? അതിന്റെ പ്രത്യേകത അത് കഅബയിൽ പെട്ടത് തന്നെയാണ്. പ്രവാചകന്റെ പിതൃവിന്റെ വല്യപ്പാന്റെ കാലത്ത് കഅബ പുതുക്കി പണിതപ്പോ ഹലാൽ ഫണ്ട് ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്തു? ആ ഭാഗം ഒഴിച്ചിട്ടു. ഇപ്പൊ മുമ്പൊക്കെ വളരെ സുലഭമായിട്ട് തുറന്നു കൊടുത്തിട്ട് കഴിഞ്ഞ് ഇപ്പൊ വളരെ അപൂർവങ്ങളിൽ അപൂർവമായിട്ട് തുറന്നു കൊടുക്കാറുള്ളൂ. ഇതിനുള്ളിൽ കയറി നിസ്കരിക്കാൻ പാടി കിട്ടിയാൽ കഅബയിലുള്ളിൽ കയറി നിസ്കരിച്ച പോലെ തന്നെ കൂലി പ്രത്യേകിച്ചൊന്നും അവിടെ എല്ലായിടത്തും ഒരേ കൂലിയാണ്. പക്ഷേ ഇതിനുള്ളിൽ കയറി നിസ്കരിക്കാൻ പറ്റിയാൽ അത് കഅബയിലുള്ളിൽ കയറി നിസ്കരിച്ച പോലെ. ഇനി ഇതാണ് പ്രധാനപ്പെട്ട മൂല. ഏതാണ്? വാതിലിന്റെ ഡോറുണ്ട് ഈ മൂല. ഏതാണ്? റുക്നുൽ ഹജർ, കല്ലിന്റെ മൂല അല്ലേ? ഇതോ
4 മൂലയുണ്ട് അറിയില്ലേ? ഇനി നോക്കിയാ റുക്നുൽ ഹജർ, റുക്നുൽ ഇറാഖ്, റുക്നു ശാം, റുക്നുൽ യമൻ. 4 മൂല. റുക്നുൽ ഹജർ കല്ലിന്റെ മൂല, അതിന് നേരെ അപ്പുറത്തെ റുക്നുൽ ഇറാഖ്, അതിന്റെ അപ്പുറത്തെ റുക്നു ശാം, ഇപ്പുറത്തെ റുക്നുൽ യമാൻ. ഉംറയുടെ ഭാഗമായി നമ്മൾ ഈ 2 മൂലയാണ് നമുക്ക് ആവശ്യം. ഏതാ? റുക്നുൽ യമാൻ, റുക്നുൽ ഹജർ. ഇനി ഇത് വേറെ ഏതെങ്കിലും സ്ഥലം, പ്രത്യേകമായ സ്ഥലം ഉണ്ടോ കാബയിൽ? നമ്മൾ പഠിച്ചു വെച്ചത് ഏതെങ്കിലും ഉണ്ടോ? ഇത് ഇസ്മായിൽ ഹത്തീം നമ്മൾ പറഞ്ഞു. ഹിജർ ഇസ്മായിൽ അൽ ഹത്തീം, ഇതാണ് അതിന്റെ സൗദി ഗവൺമെന്റ് പറയുന്ന പേര് അൽ ഹത്തീമാണ്. ഇതാണ് ഈ അർത്ഥമുള്ള ഭാഗം. ഇവിടെ മീസാബ് ഉണ്ട്, സ്വർണ്ണപ്പാത്തി കാരണം സെല്ലുമിച്ചാൽ നമ്മൾ കാണും. പിന്നെ ഇതാണ് മഖാം ഇബ്രാഹിം. ഇതിനെന്താ പറയാ? കവന്റെ ഡോറിന്റെ ഭാഗം. അവിടെ എന്താ പ്രത്യേകത ഉണ്ടോ? അങ്ങനെയാണ് മുൽത്തസം എന്ന് പറയാം. എന്താണ്? പ്രത്യേകമായി പ്രാർത്ഥന കിട്ടുന്ന സ്ഥലമാണ് കാബ. അഥവാ ഈ ഭാഗം അവിടെ വെള്ളം മാർക്കിട്ട ഭാഗം, ഈ ഡോറിന്റെ അവിടെ ചെല്ലുമ്പോൾ ചിലപ്പോൾ തിരക്കനുസരിച്ചൊന്നും പെട്ടെന്ന് കാണാനും പറഞ്ഞു തരാനും പറ്റിക്കോളുന്നില്ല. മനസ്സിലായോ? തിരക്കായിരിക്കും. നമ്മള് ഇവിടെ ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ എവിടെ ഉണ്ടാവുക? റോഡ് മേലേക്കാണ് നമ്മൾ തവാഫ് ചെയ്യുന്നത്, അത്ര ദൂരത്തേക്കാണ്. അത് നമ്മളെ ഭാഗ്യം പോലെ ഇരിക്കും. അസർമാരിപ്പിന്റെ അടിയിൽ നിന്ന് നല്ല തിരക്കുള്ള സമയം, ചൂട് കുറയുന്ന സമയം. അപ്പോ നിങ്ങൾ ഒറ്റക്ക് പോകുന്ന സമയം അപൂർവമാണ്. നമ്മൾ പരമാവധി പോണ പോക്കിൽ തന്നെ പരമാവധി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കും. അപ്പൊ ഇവിടെ എത്താൻ നോക്കുക. തവാഫ് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കുറച്ച് സമയം റെസ്റ്റ് എടുത്തിട്ട് ഇവിടെ ഇരുന്ന് ഇവിടേക്ക് എത്താൻ പറ്റും നോക്കുക, പ്രാർത്ഥിക്കാൻ. പിന്നെ എല്ലാവരും പറയും അജമസത് ഉത്തരട്ടോ കുത്താൻ വയ്ക്കാണ്ട് അടുത്ത വകുപ്പിൽ പോകാൻ പറ്റാത്ത അവസ്ഥ പോയവർക്കറിയാം. നല്ല ബുദ്ധിമുട്ട്. അവിടെ മുത്താൻ വേണ്ടിയുള്ള മത്സരം ഉണ്ടാവാം. നമുക്ക് മത്സരം ഇല്ല. ഉമർലാൻ എന്താ പറഞ്ഞത്? കല്ല് വെറും കല്ലാണ്. എന്തുകൊണ്ടാണ് മുത്തുന്നത് പ്രാധാന്യം കൊടുക്കുന്നത്? അല്ലാതെ റസൂലിന് ആ പ്രാധാന്യം നമ്മൾ കൊടുത്താൽ മതി. അജലസത് മുത്തിയില്ലെങ്കിൽ ഉംറ ശരിയാവായൊന്നുമില്ല. മുത്താൻ പറ്റിയ ഭാഗ്യം. പിന്നെ സമയം നോക്കി പാതിരാപ്പുറത്ത് പോകണം. ചിലപ്പോൾ ഭാഗ്യം അതല്ലാതെ തിരക്കൂട്ടി പോകാതിരിക്കുക. ഇനി ആവത് പോലെ നമുക്ക് അപ്പോ ചില ആളുകൾക്ക് ഞാൻ സൗകര്യം പോലെ കൊണ്ടാൻ പറ്റുന്നവരെ കൊണ്ടുപോയി ചെയ്യിപ്പിക്കാൻ ഓഫറൊന്നുമല്ല, ശ്രമിക്കാം. അത്ര ഇപ്പോ ഞാൻ ഈ ഉംറ ചെയ്യണം എന്ന് പറഞ്ഞ അതല്ലാത്ത സമയം പറഞ്ഞില്ല. ഞാൻ പറഞ്ഞ ഈ സമയത്തിന്റെ ഉള്ളിലാണ് നമ്മള് തവാഫ് കഴിഞ്ഞിട്ട് കുറച്ച് സമയം എങ്ങനെ ആറുമിൽ ചെലവഴിക്കും. മക്കാഫിൽ തിരക്കൂട്ടി നമ്മൾ ചെയ്യില്ല, സൈഡ് പോകൂല. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഇതൊക്കെ പറ്റുമെങ്കിൽ 2 ഉംറ ഉണ്ടല്ലോ, ആ സമയത്ത് 2 നമുക്ക് എന്ത് ചെയ്യാം? ശ്രമിച്ചു നോക്കുന്നതും ഉറപ്പല്ല. തിരക്കും കാര്യങ്ങളൊക്കെ പരിഗണിച്ചു. ഞാൻ അന്ന് ക്ലാസ് പറഞ്ഞതല്ലേ, നിങ്ങൾ ചെയ്ത് അത് നമ്മൾ ചോദിക്കരുത്. അപ്പൊ നമ്മൾ തവാഫ് തുടങ്ങിയ ഒന്നാണ്. അപ്പൊ മിക്കവാറും നമ്മൾ ഹറമിന്റെ ഈ ഭാഗത്തേക്ക് കഴിയുമ്പോൾ പ്രവേശിക്കുക ഫസ്റ്റ്, അല്ലെങ്കിൽ ഈ ഭാഗത്തായി. അപ്പൊ അവിടെ നമ്മൾ ഇവിടെ എങ്ങനെ ഇസ്ലാമിൽ എല്ലാത്തിനും പ്രധാനത്തിലാണ് വലതിനാണ്. പക്ഷെ തവാഫിന് മാത്രം ഇടത് ഭാഗം ആണ് നമ്മൾ തവാഫ് ചെയ്യുന്നത്. ഇടത് ഭാഗത്താണ് കാബ വരിക. ശരിക്കും ഇങ്ങനെ വേണ്ടത്, പക്ഷെ അവ ഇങ്ങനെ നിശ്ചയിച്ചത്. അപ്പോ ഈ റുക്നുൽ ഹജറിന്റെ ഈ മൂല അവിടെ ഇങ്ങനെ പച്ച ലൈറ്റിട്ട് മാർക്കുമ്പോൾ എവിടെ നോക്കിയാൽ നമുക്ക് ആ പച്ച ലൈറ്റ് കാണാം. അവിടെ എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ശരിക്ക് ചെയ്യേണ്ടത് ഹജർ അസ്വദിനെ തൊട്ട് മുട്ടിയിട്ടാണ് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ പറയേണ്ടത്. പറ്റൂല, അത് ആരും കൂടി വെക്കണ്ട. അത് കൂടി വെച്ചാൽ ചെയ്യാൻ കഴിയൂല. അത് ചെയ്യാൻ പോയാൽ പിന്നെ ഉംറ ചെയ്യാനും കഴിയില്ല. ആരോഗ്യം ചെയ്യും. അപ്പോ നമ്മൾ ഇവിടെ എത്തുമ്പോൾ ഈ ഭാഗത്ത് എത്തുമ്പോൾ നമ്മള് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് നമ്മൾ കൈ ഉയർത്തി തവാഫ് തുടങ്ങും. ഈ തവാഫ് തുടങ്ങുമ്പോൾ പുരുഷന്മാർ എന്ത് ചെയ്യണം? ഈ ഉടുത്ത പുതച്ച വസ്ത്രം ഇങ്ങനെ എഴുത്തി ഭാഗം ചെയ്യാതെ പറയും. എന്താണ്? ഈ വലത് കക്ഷം കാണുന്ന രൂപത്തിൽ ഇങ്ങനെ മാറ്റി കൊടുക്കണം.
ഇൽത്തിഫാത്ത് എന്ന് പറയും. ഇതൊക്കെ പറയുന്നത് ചിലപ്പോൾ ആ തിരക്കിലൊന്നും ഓർമ്മിക്കാൻ സമയം പോകുന്നുണ്ട്. ചില സമയത്ത് ഇന്നെ തന്നെ മൗലവി നിങ്ങൾ ഇൽത്തിഫാത്ത് ചെയ്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ സംഭവമുണ്ട്, നിങ്ങൾ മറക്കും. മനസ്സിലായോ? അത് അങ്ങനെ തന്നെ പറഞ്ഞത്. അപ്പൊ ചിലപ്പോ ഇന്നെ തന്നെ നിങ്ങൾ തിരുത്തേണ്ടി വരും. ഞാൻ എല്ലാവരുടെ കാര്യം നോക്കാൻ എന്ത് ചെയ്യും, ചിലപ്പോ എന്റെ കാര്യം ഞാൻ മറക്കും. അപ്പൊ നിങ്ങൾ എന്നെ ഓർമ്മിക്കാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചത് എന്ത് ചെയ്യണം, പുരുഷന്മാർ ഇൽത്തിഫാത്ത് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇൽത്തിഫാത്ത് ചെയ്ത് നമ്മള് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് നമ്മള് തവാഫ് ആരംഭിക്കും. ഒന്നാമത്തെ തവാഫിന്റെ പ്രാർത്ഥന എന്താ പഠിച്ചോളൂ. രണ്ടാമത്തെ തവാഫിന്റെ പ്രാർത്ഥന ഇതൊന്നും പഠിക്കാതെ മുമ്പോട്ട് അവിടെ നിലവ് ഓർമ്മ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു പ്രാർത്ഥന അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടില്ല. മനസ്സിലായോ? അപ്പൊ എന്താണ് ഈ തവാഫിനിടയിൽ നമുക്ക് ഉറുദു പ്രാർത്ഥിക്കാം, മലയാളത്തിലും പ്രാർത്ഥിക്കാം, അറബിയിലും പ്രാർത്ഥിക്കാം, ഇംഗ്ലീഷിലും പ്രാർത്ഥിക്കാം, ഏത് ഭാഷയിലും നമ്മുടെ റബ്ബിനോട് പറയാൻ നമുക്ക് എന്ത് ചെയ്യാം, പറയാം. ക്ലിയർ? നമുക്ക് അറിയുന്ന ഖുർആൻ സൂറത്തുകൾ ഓതാം, ആയത്തുൽ കുർസിയോ എന്താണ് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയുടെ സമയം. ഓക്കെ, അപ്പൊ ചിലപ്പോ അഥവാ ഈ ഡോർ തുറന്നിട്ട് ഷോർട്ട് കട്ട് എടുക്കരുത്, ചെയ്യാവില്ല. ഇതെവിടെ പോയി രണ്ട് ഡോർ ഉണ്ടാവും, ഷോർട്ട് കട്ട് എടുക്കാൻ പറ്റില്ല, തവാഫ് ശരിയാവില്ല. അപ്പൊ ഇവിടുന്ന് തുടങ്ങി ഈ ചുറ്റി ഇങ്ങനെ ഒരു ചുറ്റി റുക്നുൽ യമാനിൽ എത്തുമ്പോ നമ്മൾ പ്രാർത്ഥനകളൊക്കെ നിർത്തിയിട്ട് എന്ത് പ്രാർത്ഥിക്കണം? റബ്ബനാ അതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഇവിടുന്ന് ഇവിടെ വരെ ചിലപ്പോ 5 മിനിറ്റ്, ചിലപ്പോ 1 മിനിറ്റ് കൊണ്ട് തന്നെ വീണ്ടും നമ്മൾ ഇവിടെ എത്തുമ്പോ ബിസ്മില്ലാഹി അല്ലാഹു. അങ്ങനെ 7 ചുറ്റി ചുറ്റിയാൽ തവാഫ്. ഈ 7 ചുറ്റി ചുറ്റി കഴിഞ്ഞാൽ പിന്നെന്ത് ചെയ്യാം, നമുക്ക് ഇൽത്തിഫാത്ത് ഒഴിവാക്കാം. അടുത്ത പണി എന്താണ്? തവാഫിന്റെ 2 റക്അത്ത് നിസ്കരിക്കണം. തവാഫിന്റെ 2 റക്അത്ത് നിസ്കരിക്കണം. എവിടെ നിസ്കരിക്കേണ്ടത്? മഖാമു ഇബ്രാഹിമിന്റെ പിറകിൽ. അപ്പൊ എല്ലാവരും ഈ സൈഡിൽ തിരക്കൂട്ടി നടക്കുക ഇല്ല. ഇവിടെ അല്ലേ മഖാമു ഇബ്രാഹിം ഉള്ളത്? ഈ റൗണ്ട് ഒഴിവാക്കിയതിന്റെ ബാക്കിൽ ഒന്നി നമുക്ക് നിസ്കരിക്കാം. മഖാമു ഇബ്രാഹിമിന്റെ പിറകിൽ നിന്നുകൊണ്ട് 2 റക്അത്ത് എന്ത് ചെയ്യണം? തവാഫിന്റെ സുന്നത്ത് നിസ്കരിക്കണം. എന്താ ഓതേണ്ടത്? ഏതായാലും ആരംഭമല്ലേ, ബഖറ യാസീനൊക്കെ ഓതി നിസ്കരിക്കാം. ലഘുവായ 2 റക്അത്ത്. എന്താ ഓതേണ്ടത്? കാഫിറും ഇഖ്ലാസും ഇത് ഓതി അവിടെ ഇട്ട്. അപ്പൊ നമ്മൾ സാധാരണ തവാഫ് തുടങ്ങുമ്പോൾ ഒരു സ്ഥലം നിശ്ചയിച്ചു കൊടുക്കും. എത്ര കൂട്ടം തെറ്റിന്റെ തലം ചെയ്യും, കൂട്ടം തെറ്റും. പിന്നെ പാവാടക്കാരെ പിരിച്ചു വെച്ച് കണ്ടൊക്കെ ഇങ്ങനെ ജമാഅത്തായിട്ട് പോണ ടീമുകളൊക്കെ ഉണ്ടാവും. ഓല് എങ്ങനെ പോയാലും കൂട്ടം തെറ്റില്ല. പക്ഷെ നമ്മൾ എങ്ങനെയായാലും കൂട്ടം തെറ്റും. കൂട്ടം തെറ്റാണ് കണ്ടത് നല്ലത്. എന്ത് ചെയ്യാം? അപ്പൊ സ്വതന്ത്രമായിട്ട് മാപ്പിള കൊണ്ട് നമ്മൾ തവാഫ് ചെയ്താൽ മതി. മറ്റേത് ഇങ്ങനെ കൂട്ടുകൂട്ടി മറ്റേ ആട്ടുപറ്റത്ത് കൊണ്ടുപോകണ മാനേജ്മെന്റ് തെറ്റി വിളിച്ചോ നമ്മൾ പോകൂല. നമ്മൾ പരമാവധി യോജിച്ചന്നെ പോവാ. എന്നാലും അതിന്റെ അടിയിൽ കൂടെ മറ്റേ ടിമ്പും നിങ്ങൾ പോകും. അത് അവിടെ ചെല്ലുമ്പോൾ മനസ്സിലാവും. അപ്പൊ നമ്മൾ കൂടെ സ്പ്ലിറ്റ് ആവും. അപ്പൊ അങ്ങനെ തെറ്റിയാൽ വീണ്ടും നമ്മൾ എന്ത് പറയും? എല്ലാ തവാഫും കഴിഞ്ഞ് സുന്നത്ത് നിസ്കരിച്ച ഒരു സ്ഥലത്തുകൾ വന്നിരിക്കണം എന്ന് ആദ്യമേ കാണിച്ചു. അവിടെ എന്നിട്ട് കാബയിലേക്ക് തിരിഞ്ഞ് സെൽഫി എടുക്കാം. നടക്കുന്ന കാര്യം ഞാൻ പറഞ്ഞത്. അവിടെ ചെന്ന് എന്ത് ചെയ്യാം? ഇരുന്ന് പ്രാർത്ഥിക്കാം. അപ്പൊ എല്ലാവരും സുന്നത്ത് ഒറ്റക്കാണ്. ആ സുന്നത്ത് സ്കെച്ച് അവിടെ. അപ്പൊ ഈ പറഞ്ഞ സെറ്റ് ഒന്ന് ഇരിക്കുക. സുന്നത്ത് സ്കാരത്തിൽ തന്നെ നമ്മൾ കുറച്ച് ബാക്ക് ആയിട്ട് സംസമുള്ള ഭാഗത്ത് മറവയിലേക്ക് സൊഫയിലേക്ക് പോണ ഭാഗത്ത് കുറച്ച് ഭാഗത്ത് നമ്മൾ ഇരിക്കാം. അപ്പോഴത്തെ തിരക്കനുസരിച്ച് അപ്പൊ അവിടെ ഇരിക്കാം. അവിടെ ഇരുന്ന് സുന്നത്ത് സ്കെച്ചിന് ഇന്ന് പ്രാർത്ഥിക്കാം. അപ്പൊ ഒരു 1/4 മണിക്കൂർ ആകുമ്പോൾ എല്ലാവരും അപ്പോൾ ഒരാൾ വരാത്തുണ്ടാവും, 2 ആൾ വരാത്തുണ്ടാവും. ഓല അവിടെ എന്ത് ചെയ്യും? നാട്ടിൽ കണ്ടിച്ചിട്ട് അവിടെ പോയി. എന്നിട്ട് നമ്മളെല്ലാവരും കൂടി ഇൻഷാ അല്ലാഹ് സൈഡിലേക്ക് പോകും. അതിന് മുമ്പ് പഠിക്കുന്നത് ഇവിടുന്ന് എന്തിനാ നമ്മളെ കാവ ക്ലാസ്സിൽ കൂടി സംസമ്പളം തയ്ച്ചു കൊടുക്കുക.
അവിടുന്ന് മാറ്റി വരുവോളം ഈ 15 ദിവസം ഭക്ഷണം കുടിക്കേണ്ട പറയാം. വള്ള നിറച്ച് ദന്തം വെള്ളം കുടിക്കാൻ കൂടെ കുടിക്കണം. അത് തവാഫ് കഴിഞ്ഞിട്ട് നമ്മൾ കുടിക്കുന്നത് അത് കുടിക്കുക. എന്നിട്ട് ഈ വേണമെങ്കിൽ ചെറിയ ബോട്ടിലൊക്കെ വേണമെങ്കിൽ കഴിക്കുമ്പോൾ അവിടെ വാങ്ങണമെങ്കിൽ അവിടെ വാങ്ങാം. സാധാരണ ജമാഅത്ത് കഴിഞ്ഞ് റൂമിലേക്ക് പോകുമ്പോൾ കുപ്പിയിൽ വെള്ളം കൊണ്ടുപോവുക, റൂമിൽ കുടിക്കുക, തിരിച്ച് അടുത്ത ഒത്തിരി റൂമിൽ നിറച്ചു കൊണ്ടുപോവുക, അങ്ങനെയൊക്കെ പറ്റും. ഏതായാലും അത് കഴിഞ്ഞ് നമ്മൾ സൈയില് പോകും. ഓടിപ്പോയതാണ് മുൽത്തസം, സ്വർണ്ണപ്പത്തി, ഹിജ്ർ ഇസ്മായിൽ, മഖാമു ഇബ്രാഹിം. മഖാമു ഇബ്രാഹിമിന്റെ പ്രത്യേകത അറിയാലോ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം കാബ പണിത സമയത്ത് കയറുന്ന സ്ഥലമാണ്. തവാഫ്, ഇൽതിബാദ്, തവാഫ് തുടങ്ങാം. ഇതില് ഈ മഖാം ഇബ്രാഹിമിന് പിറകിലാണ്, മുന്നിലല്ല. അതിന്റെ പിറകിലാക്കിട്ട് ആ മഖാമിന് വേണ്ടി നമുക്ക് സുന്നത്ത് നിസ്കരിക്കാം. ഷോർട്ട് കട്ട് ചെയ്താണ് ചേട്ടാം. പിന്നെ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന. അല്ല, മഖാം ഇബ്രാഹിമിനെ അഞ്ഞി അതിന് തല്ലുണ്ടാ, ഇത് കണ്ടോണ്ട് തല്ലുണ്ടത്. അവിടെ പോയി നിസ്കരിക്കാൻ നിന്നാല് സുജൂദ് തല ഒന്നിച്ചിട്ട് സ്ട്രക്ചർ ഒന്ന് കൊണ്ടുപോയി. ثم يصلي ركعتين قريبا من تيسر الكافرون والإخلاص. സംസം കുടിക്കുക. പിന്നെയാണ് എന്ത് ചെയ്യുക? സഅയിലേക്ക്. സഅയിന്റെ ചരിത്രം നമുക്കറിയാം, സൊഫയുടെയും മറുപടി ചരിത്രം നമുക്കറിയാം. സൊഫയിലേക്ക് നമ്മള് സൊഫ കുറച്ചും കൂടി ഉയർന്ന സ്ഥലമാണ്. അപ്പൊ നമ്മളിങ്ങനെ ആരാമ്പ് കയറി പോയി അവിടെ എത്തുമ്പോൾ പ്രാർത്ഥിക്കണം. അതാണ് പഠിക്കാറ്. ഉംറയുടെ ഭാഗമായിട്ട് പഠിക്കാനുള്ളത് തൽബിയത്ത് നമുക്ക് അറിയാം. പിന്നെ റബ്ബനാത്തിനത് നമുക്ക് അറിയാം. പിന്നെ പഠിക്കാൻ ആകെ ഒരു പ്രധാനപ്പെട്ട സാധനമാണ് എന്താണ്? ഇന്ന സ്വഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ് ഫമൻ ഹജ്ജൽ ബൈത അവ അത്തമറ ഫലാ ജുനാഹ അലൈഹി അൻ യതവഫ ബിഹിമാ വമൻ തതവ്വ ഖൈറൻ ഫഇന്നല്ലാഹ ശാകിറുൻ. ഇത് ഈ സഅയിലൊക്കെ നമുക്ക് ചൊല്ലാം. ഇത് പ്രത്യേകമായിട്ട് ഏതാണ്? രണ്ടാമത്തെ സൂറത്ത് ബഖറയുടെ 158ാമത്തെ ആയത്ത്. ഇത് പഠിക്കാം. അപ്പൊ നമ്മൾ സൊഫയിലേക്കാണ് കയറുമ്പോ ഇത് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ കയറുക. ഇത് പ്രാർത്ഥിച്ച് നമ്മൾ കയറി കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ കയറിയിട്ട് പിന്നെ നമ്മൾ നേരെ കിബിലയിലേക്ക് തിരിയണം. പിന്നെ അവിടെ ഇല്ല, കിബിലയിലേക്ക് തിരിഞ്ഞിട്ടാണ് അടുത്ത പ്രാർത്ഥന. അതേതാ? അതാണ് അടുത്ത് പഠിക്കാൻ പറ്റുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു അൻജസ വഅദ വനസറ അബ്ദ വഹസമൽ അഹ്സാബ വഹ്ദ. ഇത് നമ്മൾ പ്രത്യേകമായി നിങ്ങൾക്ക് തരുന്ന ബാഗിന്റെ കൂടെ ഉണ്ടാകും. പഠിക്കാത്തവർ അതൊന്ന് പഠിക്കാൻ ശ്രമിക്കുക. ഇനി ഉമ്രക്ക് പോകുമ്പോൾ അതൊന്ന് കൈ പിടിച്ച് നോക്കി ചൊല്ലിച്ചിട്ട് തെറ്റുള്ള കാര്യമൊന്നുമല്ല. ഇത് 3 തവണ ഇതും ഇവർക്ക് ചെയ്തിട്ട് സഫയിൽ നിന്ന് കഅബയിലേക്ക് തിരിഞ്ഞിട്ട് പ്രാർത്ഥിക്കാം. വീണ്ടും പ്രാർത്ഥനയാണ്. അവിടെ ചെയ്തിട്ട് പ്രാർത്ഥിക്കാനൊക്കെ അധിക സമയം നിൽക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ ഒരു പോലീസ് സുറസുറാന്ന് പാടും. അപ്പൊ നമ്മൾ വീണ്ടും നേരെ സഫയിൽ നിന്ന് ഇറങ്ങി മറുവയിലേക്ക് പോകും. മറുവയിലേക്ക് പോകുന്നതിൽ പച്ച ലൈറ്റിന്റെ ചെറിയൊരു സ്ഥലം വരും. അവിടെ എന്ത് ചെയ്യണം? ആദര ബീവി ഓടിയ നമുക്ക് ഞങ്ങൾ ആണുങ്ങൾ ഓട്ട മത്സരമാവില്ല. ഒരു പ്രതീകാത്മകമായ ഒരു റൗണ്ട്, ഒരു ഓട്ടം അവിടെ നമുക്ക് ചെയ്യാം. അത് കഴിഞ്ഞ് കൊണ്ടും മറുവയിലേക്ക് പോകും. അപ്പോഴും എന്ത് പറയണം? മറുവയുടെ ഭാഗത്ത് ചെന്നിരുന്നിട്ട് കിബിലയിലേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിക്കുക. കൊണ്ടും സഫ, കൊണ്ടും മറുവ, കൊണ്ടും സഫ, കൊണ്ടും മറുവ. 7ാമത്തെ സഅയി എവിടെ അവസാനിക്കും? മറുവയിൽ അവസാനിക്കും. അവിടെ പ്രാർത്ഥിച്ച് എന്തായി ഉംറ കഴിഞ്ഞു. അടുത്ത പണി എന്താണ്? ഇഹ്റാമിൽ നിന്ന് മുക്തമാകണമെങ്കിൽ മുടി മുറിക്കണം. ആണുങ്ങളാണെങ്കിൽ ഒന്നെങ്കിൽ ഇതുപോലെ
ഒരുപോലെ വിട്ട അല്ലെങ്കിലോ ഏതായാലും ഒരാൾക്ക് 1 ലക്ഷം രൂപ അല്ലേ കൂലി വെറുതെ കാര്യങ്ങളാണ്. ഫുള്ള് പൊട്ടാക്കിയ വാക്ക് വേണ്ടി 3 തവണ ഒരാൾക്ക് 1 തവണ അതോ ഒരുപോലെ ചെറുതാക്കി നിങ്ങൾ അവിടെ നിങ്ങൾ പല സൈ കഴിയുമ്പോൾ തന്നെ മുടി വെട്ടണം ഇപ്പോഴത്തെ കത്തി കൊണ്ട് ഇങ്ങനെ വന്നിട്ട് നിൽക്കും പോകുന്നത് എന്ത് ചെയ്യും കഴിഞ്ഞു 5 രൂപ അതൊക്കെ ചെയ്യുന്ന ആൾക്കാരൊന്നും കാണും. ആ മറുപേരിൽ നിന്ന് മറുപടി മൂലൊക്കെ പോയിട്ട് കട്ടം പൊക്കിക്കാണ്ട് പെണ്ണുങ്ങളും പോയി ഹറാമാണ് തനിച്ച ഹറാമ ചെയ്യാൻ സ്ത്രീകള് റൂമിൽ പോയിട്ട് ഒറ്റയ്ക്ക് കഴിയുന്ന ഒറ്റയ്ക്ക് ചെയ്യുക അല്ലെങ്കിൽ പരസ്പരം ആണുങ്ങൾ ഇൻഷാല്ലാഹ് പരമാവധി ജമാഅത്തായിട്ട് എന്ത് ചെയ്യും ഒരു ബാർബർ ഷോപ്പിൽ പോയി നമ്മൾ ഒറ്റയ്ക്ക് അങ്ങനെ തന്നെ നമ്മൾ ചെയ്യാം. അത് അവിടെ നോർമലി 20 റിയാൽ 15 റിയാലൊക്കെ വാങ്ങും. നമ്മൾ പങ്കാളികളൊക്കെ പേശി ഒരു കോമൺ റേറ്റ് കൊടുത്തിട്ട് അത് ആ മട്ടത്തിൽ ചെയ്യും. അപ്പോൾ കേട്ടാ നമ്മൾ തീരുമാനിക്കാം. അപ്പൊ അത് തീരുമാനിക്കാം. എത്ര കാലം വെച്ച് ഒട്ടാക്കുന്ന ആളുകളില്ല. അതാണ് കൂലിയുള്ള കാര്യം. കൂലിക്ക് കൊടുത്ത് എന്നത് കൊടുക്കുക. ഇതാണ് റംല്. നമ്മൾ പറഞ്ഞു പോയ കാര്യമാണ് മുടി മുറിക്കുന്ന കാര്യം കാണിക്കുന്നത്. ഇത്രയാണ്. ഇനി ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയം നമുക്ക് അവസാനിപ്പിക്കാനായി. ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു സംശയം അന്ന് നമ്മൾ അവിടെ എത്തുമ്പോൾ മാനസികാവസ്ഥ സ്ത്രീകൾക്ക് തന്നെ കുഴപ്പമുണ്ടാവില്ല. നമ്മളെ സംബന്ധിച്ചോളം ഇല്ലാതെ അയച്ചിട്ട് എന്ത് ചെയ്യണം അങ്ങനെ നിൽക്കണം. സ്വാഭാവികമായും ഞാൻ അതേ പറയാം. ഒന്നാമത്തെ മുദ്ര മാനസികമായിട്ടുള്ള സംതൃപ്തി. ഒന്ന് ആദ്യമായിട്ട് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ അതിൻ്റെതായ ശീശികൾ പിന്നെ യാത്രയുടെ ശീലം നമ്മൾ എന്ത് ചെയ്യാം. ഞാൻ നിർബന്ധിക്കല്ല. അഭിഷ കഴിഞ്ഞിട്ട് പറഞ്ഞാൽ നമ്മൾ പിന്നെ ഒറ്റ താപാലം. അപ്പൊ നമ്മൾ റൂമിൽ നിന്ന് കടന്നുറങ്ങണം. ആ കടന്നുറങ്ങാൻ നമുക്ക് എന്ത് പോകും നായികയുടെ ജമാഅത്ത് പോകും, ഇഷ ജമാഅത്ത് പോകും. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും. അതാണ് പോയി കഴിഞ്ഞാൽ ഇഷ കഴിഞ്ഞാൽ നമുക്ക് വേഗം ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാം. ഒന്ന് കുറിച്ച് ഭക്ഷണം കഴിച്ചിട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് സുഖിക്കാൻ എന്ത് ചെയ്യാം. രണ്ടാമത്തെ സുഖം നേരെ മറിച്ച് നമ്മൾ റൂമിൽ പോയി ഒന്ന് കിടന്നുറങ്ങി വിശ്രമിച്ച് കുളിച്ച് മാറ്റി ഉമ്മർക്ക് പോയാൽ നമ്മൾ നിങ്ങൾ പറഞ്ഞ മാതിരി ഇഷാക്ക് പോയാൽ നമ്മൾ തിരിച്ചു പോകുന്നത് 1 മണിയാവും, 1 മണിയോ 2 മണിയാവും. അപ്പൊ കിടന്നാൽ നമുക്ക് അപ്പൊ ഒഴിവാക്കി പറഞ്ഞ സമയത്ത് അപ്പൊ അത് അപ്പത്തെ നമുക്ക് തിരക്കിടല്ല, സാവധാനം ചെയ്താൽ മതി. നമുക്ക് ആ പോയ പോക്കില് പറ്റെങ്കിൽ അസറും മാനിവും ഇഷാവും അവിടെ ജമാഅത്തനുസരിച്ച് ഊണേ കഴിഞ്ഞിട്ട് വേഗം റൂമിലേക്ക് പോകാം. നമുക്ക് സാധാരണ കാണാം. ഇനി ബാക്കി നമുക്ക് ഇൻഷാല്ലാഹ് ചിലപ്പോൾ യാത്ര ഒന്നും ഉണ്ടാവില്ല, സിമ്പിളായിട്ട് വലിയ ക്ഷീണമൊന്നും തോന്നില്ല. ചിലപ്പോൾ നമ്മൾ മക്കത്തെത്തുമ്പോൾ ആകെ താപാനാകും, പറയുന്നത് ഞാൻ തന്നെ താപാനാകും. അപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. ഞാൻ 10 ദിവസമായിട്ട് ഓൾറെഡി മരുന്ന് കഴിച്ചുകൊണ്ടേ നടക്കാം. പനി ജലദോഷം. അപ്പോൾ എന്താണെന്നറിയില്ല, അള്ളാഹു ആണ് നമുക്ക് കാവൽ. അപ്പൊ അത് നമുക്ക് അവിടെ വേറെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയമില്ല. അത് കാലിക്കാടൻ ചോദിച്ചിട്ടില്ല. കാലിക്കാടൻ ചോദിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. ഫാമിലി അഥവാ നമുക്ക് പാക്കേജിലുള്ളത് ബെഡ് സ്പേസ് ആണ്. നമ്മൾ പാക്കേജിൽ ഏത് ഗ്രൂപ്പ് ആണെങ്കിലും പാക്കേജിൽ കൊടുക്കുക ബെഡ് സ്പേസ് ആണ്. അപ്പൊ നിങ്ങൾ ബാക്കിയും മോനും മോളും 4 ആളുണ്ട്. അപ്പൊ ഭാഗ്യമുണ്ടെങ്കിൽ 4 ബെഡ്. അവിടെ ബെഡ് ആകാൻ 5 ബെഡ്, 4 ബെഡ്, 8 ബെഡ്, 9 ബെഡൊക്കെ റൂമേക്കാണ്. അപ്പൊ നമ്മള് ചിലപ്പോൾ മാപ്പിളെ കൊണ്ടുപോകും, അപ്പുറത്തെ 2 മാപ്പിളെ കൊണ്ടുപോകും. മാപ്പിള റൂമില് നിങ്ങൾ അപ്പുറത്തെ 2 റൂം അപ്പുറത്തുണ്ടോ ഒരു ഫ്ലോറിൽ അപ്പുറത്തേക്ക് ഉണ്ടാവും. അത് അങ്ങനെ ഉണ്ടാകും. അത് ആദ്യം പറഞ്ഞാൽ അവിടെ നിന്ന് ഞാൻ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ റമീഷിനോട് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, ഇത് വേറെ പൈസ കൂടാ. അങ്ങനെ ഒരു ദിവസം 200 റിയാലാണ് അവർക്ക് റൂമിന് ചാർജ്.
അത് ഭാഗ്യം പോലെ കിട്ടും. ഞാൻ പറഞ്ഞല്ലോ, ഒരു വാപ്പിയും 2 മക്കളും ഉണ്ട്, 4 ആള്, ഒരു പേരക്കുട്ടി 5 ആള്. അപ്പൊ 5 ആൾക്ക് 5 പെട്ടി കിട്ടുന്നതായിട്ട് പരമാവധി നിങ്ങൾ ഒരുമിച്ച് നിർത്താൻ നോക്കാം. പക്ഷെ മാപ്പിളി കൊണ്ടുപോയി ഒറ്റക്കൊള്ളു, അപ്പൊ പറ്റൂല. അപ്പൊ എങ്ങനെ കുടിക്കുക? അത് പറ്റൂല, അപ്പൊ ബുദ്ധിമുട്ടാവും. പല പെട്ടു 3 ഉണ്ടാവും, 5 ഉണ്ടാവും, 6 ഉണ്ടാവും, 8 ഉണ്ടാവും, 9 ഉണ്ടാവും, 11 അത് നമ്മൾ എടുക്കുന്ന ഓർഡർ അനുസരിച്ച് അത് അപ്പൊ നമ്മൾ അവർക്ക് അതോ അതേ പറയാം. റമീസ് ബെഡ് സ്പേസ് ആണ് അവർ ചോദിക്കുന്നത്, അത് വളരെ പറഞ്ഞു. നമുക്കിപ്പോ 40 പേരാണെങ്കിൽ 40 ബെഡാണ് നമുക്ക് അനുവദിച്ചത്. അപ്പൊ അതിൽ തന്നെ നമുക്ക് എന്താണ് സ്ത്രീകൾക്ക് വേറെ പുരുഷന്മാർക്ക് വേറെ. നമ്മളിപ്പോ ഫാമിലി ചില സമയത്ത് നമ്മൾ 4 ആളിലും 5 ആളിലും കൊടുക്കുന്നുണ്ടെന്ന് പറയും. പക്ഷെ ഇപ്പൊ 4 ആൾക്ക് ഒരു റൂം കൊടുത്തു കഴിഞ്ഞാൽ ഒരു സ്ത്രീയോ ഒരു പുരുഷനോ പുറത്തായാലും കാലുമാതിരി നോക്കണം ഒരു റൂമിന്റെ. 4 കെട്ടുള്ള റൂമിലേക്ക് ഇപ്പോൾ 3 സ്ത്രീകളും ഒരാളും കയറിയാൽ അപ്പോൾ ഇപ്പോഴത്തെ ചിലപ്പോൾ സ്ത്രീകൾ പുറത്തായാലും എന്താണ് വിഷയമാവും. അപ്പോൾ ആനുപാതികം നോക്കി എല്ലാം നോക്കി ബെഡ് സ്പേസ് നമുക്ക് എങ്ങനെ ഇപ്പോൾ 4 സ്ത്രീകളൊക്കെ ഒരുമിച്ചാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ 4 സ്ത്രീകളൊക്കെ ഫാമിലി ആയിട്ടുള്ള സ്ത്രീകളൊക്കെ ഒരുമിച്ച് അങ്ങനെയൊക്കെയുള്ള ഒരുമിച്ച് കിട്ടാനുള്ളത് നോക്കാം. സ്ത്രീകളും ഫാമിലി ആയിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ചെയ്യാൻ പറ്റുന്നിടത്തോളം നമുക്ക് ചെയ്തു തരും. പറ്റാത്ത അതൊക്കെ നമ്മളെല്ലാം കൺസിഡർ അതൊക്കെ ചെയ്യാം. അത് നമുക്ക് അവിടെ ചെല്ലുമ്പോഴാണ് എത്ര റൂം എത്ര റൂം നമ്മൾ അവിടെ ചോദിക്കാം. ഞങ്ങൾ 40 ആളുകൾ 40 ബെഡ് നമ്മൾ ചോദിക്കാം. അപ്പൊ 40 ബെഡ് ഒരു റൂം 8 ബെഡേക്കാരം, ഒരു ബെഡ് റൂമിൽ 3 ബെഡേക്കാരം, ഒരു റൂമിൽ 6 ബെഡേക്കാരം, എല്ലാം കൂടി 40 ബെഡാണ് നമുക്ക് തരാം. അപ്പൊ ഈ 40 ആളുകൾ 40 ബെഡേക്കാരം എന്ത് ചെയ്യും? അത് പരമാവധി ഒരുമിച്ചാക്കാൻ പറ്റും. ബെഡാണ് വേറെ അനിവാര്യമായിട്ട് എന്തെങ്കിലും സംശയം ഡ്രസ് ആണായാലും പെണ്ണായാലും നമുക്ക് കംഫോർട്ട് ആയിട്ട് ഈ 15 ദിവസം ഉപയോഗിക്കാൻ പറ്റുന്ന ഡ്രസ് പരമാവധി തിരുമ്പലൊക്കെ ഒഴിവാക്കാൻ പറ്റുന്ന കുളത്തിൽ ആക്കുക. ഞങ്ങൾ മലയാളികൾ താമസിക്കുന്ന സ്ഥലം എവിടെ പോയാലും അറിയാൻ പറ്റുന്നത് അപ്പോ ഞാനൊക്കെ സാധാരണ 2 തോപ്പ് കുപ്പായവും 4-5 ഫുഡ് കൊണ്ടുപോകും. അത് അഡ്ജസ്റ്റ് ചെയ്ത് തോപ്പൊക്കെ ആണെങ്കിൽ സിമ്പിളായിട്ട് അലക്കിയെടുത്ത് അത് നിങ്ങൾക്ക് സൗകര്യം പോലെ ചെയ്യാം. കാരണം അവിടെ ഇവിടുന്ന് ആണ്ട് പോകുമ്പോൾ ലഗേജ് ആർക്കും പ്രശ്നം ഉണ്ടാവില്ല. അതിനൊക്കെ പറഞ്ഞില്ലേ, എയർപോർട്ടിന്റെ മുഖത്ത് നോക്കിയിട്ട് യാതൊരു കാര്യം നിങ്ങളെ പാസ്പോർട്ടും നിങ്ങളെ ടിക്കറ്റും ഇപ്പൊ ഒന്നും ചെയ്തു തരാൻ കഴിയില്ല. കാരണം 30-20 റിയാലിന് 2 കിലോ ഈത്തപ്പയേക്കാളും പെട്ടിയിലേറെ. അതിന് എത്ര കൊടുക്കേണ്ടി വരും? 130 റിയാൽ കറാൻ കൊടുക്കേണ്ടി വരും. അപ്പോ അവിടുന്ന് എത്ര ലഗേജ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടോ അത്ര ലഗേജ് കൊണ്ട് പോകുമ്പോ അതാണ് പറയാനൊരു സൊല്യൂഷൻ. അത് നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവുമല്ലോ. ഞാൻ ഈത്തപ്പ അല്ലാത്തൊന്നും കൊണ്ടുവരില്ല. അപ്പൊ അതിന്റെ സ്പേസ് ഞാൻ ഡ്രസ് കൊടുക്കും. വേറെ അല്ല, അത് നിങ്ങൾ സ്വന്തം മുടിവെട്ട് ഒക്കെ നമ്മളെ അത് 10 റിയാൽ ആകും. പിന്നെ റിയാൽ ആവശ്യമുള്ള റമീസിനോട് പറയാം. നിങ്ങൾ സ്വന്തം വാങ്ങുകയാണെങ്കിൽ സ്വന്തം വാങ്ങാം, അല്ലെങ്കിൽ റമീസിനോട് പറഞ്ഞാൽ മതി. ഇറക്കുന്നത് നിങ്ങൾക്ക് എത്ര റിയാലാണ് വേണ്ടത് അതിന്റെ പൈസ കൊടുത്താൽ റിയാൽ ഇവിടെ ഫോണിന് പാസ്പോർട്ടൊക്കെ തരുമല്ലോ. ആ സമയത്ത് റമീസ് എന്ത് ചെയ്യും? നിങ്ങൾക്ക് റിയാൽ നിങ്ങൾ പറഞ്ഞാൽ മതി. റമീസിനോട് പറഞ്ഞാൽ എത്ര റിയാൽ വേണമെന്ന് പറഞ്ഞാൽ ആ റിയാൽ ഇന്ത്യൻ മണി കൊടുത്താൽ റിയാൽ റമീസ് തരും. വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇനി അടുത്തത് അതൊന്നും കൂടി ചേർക്കാണ്. അടുത്തത് മദീന സന്ദർശനാണ്. മദീന സന്ദർശനം ഉമ്രന്റെ ഭാഗമൊന്നും അല്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യും? പോകും. അതാണ് റസൂലുള്ളാഹി റൗള, അവിടെ പോയി നിസ്കരിക്കും, പ്രവാചകന്റെ ഖബർ സന്ദർശിക്കും. ഞങ്ങൾ മാത്രമില്ല, സലാം പറയും. അവിടെ പ്രധാനം 2 കാര്യമാണ്: റൗളയിലെ നിസ്കാരം, അല്ലാഹുവിന്റെ റസൂൽ സലാം പറയാം.
മൊബൈൽ വൈറ്റി ഉപരി ചെയ്യാതെ 2 ദിവസം 2.5 ദിവസം മദീനയിൽ ഉണ്ടാവുള്ളൂ. പിന്നെ ചരിത്രപരമായി കാണാനുള്ള ഒരുപാട് സ്ഥലങ്ങൾ എവിടെ ഉണ്ടാവുന്നത് മദീനയിലാണ് ഉണ്ടാവുക. പക്ഷെ നമുക്ക് പാക്കേജിലുള്ള സ്ഥലമുണ്ട്, പാക്കേജില്ലാത്ത സ്ഥലമുണ്ട്. പാക്കേജിലുള്ളത് ഖലീഫ പറഞ്ഞ പോലെ 3 മണിക്കൂർ കൊണ്ട് നിൽക്കുന്ന ഖന്തക്ക്, ഉഹദ്, ഖിബലത്തൈൻ, ഖുബ, ഇതാണ് 4 സ്ഥലം പ്രധാനമായിട്ടും പാക്കേജിൽ ഉണ്ടാവുക. അതിന് പുറമെ ഖുർആൻ ബസ്, അത് നമ്മൾ ബസ്സിൽ കയറാൻ പറ്റും. എപ്പോഴേ പറഞ്ഞതാണ് അവിടെ ചെന്നിട്ട് പാക്കേജിലില്ല. അപ്പൊ നമ്മൾ ഈ പോണ ബസ് എന്ത് ചെയ്യണം? അപ്പം പറയും 200 റിയാൽ തന്നെ ഞാൻ എന്ത് ചെയ്യും അവിടെ കൂടി കൊണ്ടുപോകുന്നത്. അപ്പൊ നമ്മളെല്ലാവരും കൂടി പിരിവിട്ട് എന്ത് ചെയ്യും? ഒരു 200 റിയാൽ കൊടുത്ത് അങ്ങനെ നമ്മൾ സമയം പറഞ്ഞു. പിന്നെ അതല്ലാത്ത ഒരുപാട് ബസ് പോകാത്ത ഈ പറഞ്ഞ ബിഗോർ റൂമ, ഒരുപാട് സ്ഥലങ്ങൾ, ചെറിയ ചെറിയ കാറ് പോകുന്ന കൂട്ടിലുള്ള സ്ഥലങ്ങളുണ്ട്. അവിടേക്ക് നമ്മൾ അവിടെ ഉള്ള മലയാളി ഗൈഡുമാരുണ്ട്. അവർ ഇന്നോവ ഏതെങ്കിലും വലിയ വണ്ടിയൊക്കെ വിളിച്ചിട്ട് ആളെണ്ണം 30-40 റിയാൽ താല്പര്യമുള്ളവർ മാത്രം കൊണ്ടുപോയി കാണിച്ചു. അത് നമ്മൾ ഇത്തരം പാക്കേജിന് പുറമെയാണ്. താല്പര്യമുള്ളവർ മാത്രം കൊണ്ടുപോയി ഇനി പോളിന് നമുക്ക് സമയമില്ല. അത് വെള്ളിയായി, വെള്ളി കഴിഞ്ഞു, ശരിയായി, ഞായറില്ല. എന്താണ് പോളിന് മുമ്പ്? മെസ്സേജ് അല്ലേ, ഷെഡ്യൂൾ ആണെന്ന് ഉദ്ദേശിച്ചത്. നമ്മൾ എന്താ മദീന പോണത്? ആ പാക്കേജിൽ വിസിറ്റിംഗ് എന്ന് പറഞ്ഞാൽ മക്കയിൽ ഞാൻ പറഞ്ഞുതരാം. മക്ക അല്ല, ഞാൻ പറഞ്ഞുതരാം, ചിലപ്പോൾ നമ്മള് സദ്യയിൽ വിട്ടു. മക്കയിലെ അറഫ, മിന, മുസ്തലിഫ, ജംറത്ത് ഇതിനുള്ളൂ. പിന്നെ ജബൽ നൂർ നമ്മൾ കയറില്ല. ജബൽ നൂർ കയറി നമ്മൾ സ്വന്തമായിട്ട് പോകും. അത് നമുക്ക് നടക്കണം, അങ്ങനെ നടക്കുന്ന കാര്യമില്ല. അത് നമ്മൾ ദൂരെ നിന്ന് കാണിച്ചു. പിന്നെ കയറി നമ്മൾ വേറെ, അത് എല്ലാ പാക്കേജിലും അങ്ങനെ തന്നെയാണ്. പിന്നെ നമ്മൾ അഡീഷണൽ തായിഫും ഈ പാക്കേജിൽ, തായിഫിന്റെ ഉംറയും ആ തായിഫ് സിയാറയും പാക്കേജിൽ മുഴുവനാണ്. പിന്നെ മദീനയിൽ പറഞ്ഞ പോലെ ഉഹദ്, ഖന്തക്കുകളൊന്നുമില്ല അവിടെ, സദർ മസാജിദ് മാത്രമേ. ഉഹദ് അവിടെ ഉണ്ടാകും, പറയും. പിന്നെ ഖിബലത്തൈൻ, ഖുബ. പിന്നെ നമുക്ക് ബദർ നമ്മള് മക്കയിൽ മദീനയിൽ പോണ വഴി ബദറിലും ഇറങ്ങും. അതൊക്കെ എന്താ വെച്ചാല് നമ്മളിതൊക്കെ ഇവിടുന്ന് കൺട്രോൾ ആകും. യുദ്ധം ചെയ്തു ബദറിൽ എത്തിയിട്ട് ഡ്രൈവർ പറഞ്ഞ് ബസ് നിർത്തി ഇറങ്ങി ഇത്ര റിയാൽ തരണം. നമ്മളെ നാട്ടിൽ തരത്തിൽ യാതൊരു കാര്യമില്ല. പാകിസ്ഥാനിയാളോ സിറിയാളോ യമനാളോ എന്തെങ്കിലും നല്ലതായിരിക്കും. ആ കുട്ട പോലെടാ ഞാൻ തരൂല. അപ്പൊ അതൊക്കെ സംഭവിക്കാം. അപ്പൊ ചിലപ്പോ പറഞ്ഞ 200 റിയാൽ 200 കൊടുക്കേണ്ടി വരും. അപ്പൊ ഇതിനോട് മനസ്സിലായ? അപ്പൊ ചില നീക്കുപോക്കുകളൊക്കെ നമുക്ക് ഇതിലൊക്കെ നമുക്ക് സാങ്കേതികമായിട്ടപ്പോ ചില യാത്ര തുടങ്ങുന്നത് കുറിച്ചാണ്. ഇന്നു മുതൽ നമ്മളിത് പോവാണ്. നാളെ ഇതൊരു ഗെറ്റുഗതറുണ്ട്. 10ാം ക്ലാസ് പഠിച്ചല്ല, കഴിഞ്ഞ സെപ്റ്റംബറിൽ കൂടെ പോയ ഗെറ്റുഗതറാണ്. അപ്പൊ അതാണ് ഈ യാത്രയുടെ ആത്മീയമായ യാത്ര എന്നത്. ആ ഒരു ബന്ധം എല്ലാവരും പരസ്പരം സഹായിക്കുന്ന യാത്ര ഇൻഷാ അല്ലാഹ് ആ നിലയിൽ പോകാം. മദീന സന്ദർശനത്തെ കുറിച്ച് പറഞ്ഞു. പള്ളിയിൽ 1000 അപ്പോ അതനുസരിച്ച് വാക്യൊക്കെ നമ്മൾ യാത്രയിൽ ഇനി എത്ര പറഞ്ഞാലും കാര്യമില്ല. സംശയം ഓണോളം ചോദിച്ചുകൊണ്ടിരിക്കും, യാത്രകൾ ചോദിച്ചുകൊണ്ടിരിക്കും. മറ്റുള്ളതെങ്കിലും നീ ചോദിക്കാൻ നമുക്ക് അവിടെ അഡീഷണൽ ആയിട്ട് ഒരാൾക്ക് ചിലപ്പോ ഒരു 200 റിയാൽ എടുക്കില്ല. ഞാൻ അങ്ങനെ പറയും. അഥവാ ഞാൻ പറഞ്ഞത് ഈ അഡീഷണൽ എന്തെങ്കിലും വരുന്നത് ഇങ്ങനെ പോകാനുള്ള കാര്യം ഇവിടെ സാധനം വാങ്ങുന്നല്ല. സാധനം വാങ്ങാൻ 2000 റിയാൽ എന്തെങ്കിലും ചിലപ്പോൾ ബാക്കി തികയില്ല. ഉദ്ദേശം മനസ്സിലായല്ലോ? നമ്മള് ചിലപ്പോൾ അവിടെ നമുക്ക് പക്കത്ത് മതിയിട്ട് ഹോട്ടലിൽ നമ്മളെ സഹായിക്കുന്ന ഭക്ഷണം കൊടുക്കുന്ന സാധ്യതകളുണ്ടാവും. ഓർക്ക് നമ്മള് 5-10 റിയാൽ ഈ ബസ്സിലെ ഡ്രൈവർമാരെ ഓൾക്കും 10-50 റിയാൽ ഇതിങ്ങനെ ചോദിച്ചു വാങ്ങും. അതൊക്കെ നമ്മൾ ചെറിയ ചോദിച്ചിട്ട് ചെയ്യും. അത് നമ്മള് ഫൈന് ആളാണ് 10-20 റിയാൽ ചിലപ്പോൾ വേണ്ടി വരും. പിന്നെ അതേപോലെ മദീനയിൽ ഞാൻ പറഞ്ഞ പോലെ എവിടെയെങ്കിലും അഡീഷണൽ ആയിട്ട് പോയി കാണുന്നുണ്ടെങ്കിൽ അതിൽ 10-30 റിയാലും. പിന്നെ ഈത്തപ്പഴങ്ങൾ എത്രയാണോ വാങ്ങുന്നത് അതിനനുസരിച്ച്
അതല്ലാത്ത റിയാൽ പാക്കേജിൽ ഇൻക്ലൂഡ് ആയിട്ട് ഇപ്പൊ നമ്മള് പക്കത്ത് നിന്ന് നമ്മള് ജബലന്നൂർ പോവുകയാണെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് പോവാം, സുബീന്റെ സമയത്താണ് പോവാം. അപ്പോ അത് പോയാൽ നമ്മൾ 20 റിയാൽ വേണ്ടി, ചിലപ്പോ 10 റിയാൽ കിട്ടി, ഓരോ സമയത്തനുസരിച്ച്. ചിലപ്പോ അങ്ങോട്ട് 5 ഇങ്ങോട്ട് 5 റിയാൽ മതിയാവും, ചിലപ്പോ അങ്ങോട്ട് 15 ഇങ്ങോട്ട് 5 റിയാൽ മതിയാവും. ഓരോ സമയമാണ് ഡ്രൈവർമാരുടെ റൂട്ടുകൾ. അപ്പൊ അതിനൊരു 20 റിയാൽ മറ്റേതൊരു 30 റിയാൽ മാറ്റും, എല്ലാം കൂടി ഒരു 100 റിയാൽ അങ്ങനെ കിട്ടാം. ബാക്കി നിങ്ങൾ ഉദ്ദേശിക്കുന്നത് വാങ്ങാനുള്ള നിങ്ങൾ എത്ര റിയാലുണ്ട് ആവശ്യമുള്ളത്. മരുന്നിന്റെ കാര്യം സാധിക്കാൻ പറഞ്ഞ പ്രത്യേകം ശ്രദ്ധിക്കുക. 15 ദിവസത്തിനാണ് പോകുന്നുണ്ടെങ്കിൽ ഒരു മാസത്തിനുള്ള മിനിമം ഷുഗറിന്റെ അളവൊക്കെ. കഴിഞ്ഞ ദിവസം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയി കോന്നിയുടെ കാര്യം ഫ്ലൈറ്റ് ക്യാൻസൽ, 2 ദിവസം മതിയെ തയ്യാറുണ്ട്. 15 ദിവസം കണക്കാക്കി കൊണ്ടേ മരുന്നാണെങ്കിലോ പഠിക്കാം. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കാം. അതൊക്കെ വരാതെ മരുന്ന് കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്ന ആളുകൾ നിങ്ങൾ കാണിക്കുന്ന ഡോക്ടറെ തന്നെ പോയി കാണാം. യാത്ര പോവാണ് ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത്, അതുകൊണ്ട് ശരിയൊക്കെ സൂക്ഷിക്കുക. മതി, ശരി, എപ്പോഴും ലേറ്റസ്റ്റ് ആണ് നല്ലത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്റെ നമ്പറാണ്, നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. ബാക്കി കോമൺ ആകുന്ന നിർദ്ദേശങ്ങളൊക്കെ ഗ്രൂപ്പിലേക്ക് സമയബന്ധിതമായിട്ട് നമ്മൾ ഇങ്ങനെ നൽകും. പാസ്പോർട്ട് കൊടുക്കാറുണ്ട്, പാസ്പോർട്ട് കൊടുക്കുക, കൊടുക്കുക, ബാക്കി കാര്യങ്ങളൊക്കെ. ഇതിൽ ഫാമിലി ആയിട്ടുള്ള എല്ലാവരും ഫാമിലിയും ആയിരിക്കും, ഒറ്റക്കളായല്ല. ഒറ്റത്തടി 2 ആൾ 3 ആൾ ആണുങ്ങളാവില്ല, ഫാമിലിയാണ്.